ശബ്ദമുയർത്തി ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷ പറഞ്ഞ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി എത്രയോ വീടുകളുടെ മുറ്റങ്ങൾ വിലാപത്തിന്റെ കളങ്ങളാണ്. എത്രയോ പേര് വാവിട്ട് നിലവിളിക്കുകയാണ്. എത്രയോ പേര് ക്യാൻസർ സെന്ററിലാണ്. എത്രയോ പേര് വെന്റിലേറ്ററിലാണ്. ഇന്ന് രാത്രി ആയുസ്സോടെ കർത്താവ് നമ്മെ കൊണ്ടുവന്നില്ലേ? സന്തോഷത്തോടെ ദൈവമൊക്കെ ശബ്ദമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ടവൻ ഇവിടെ ഉയരട്ടെ. ദേശത്തിന്റെ ശാപങ്ങൾ അഴിയട്ടെ. പാപത്തിന്റെ പാശങ്ങൾ അഴിയട്ടെ. ആത്മഹത്യയുടെ പ്രവണതകൾ അഴിയട്ടെ. ശാപത്തിന്റെ അഴുക്കുചാലുകൾ തകരട്ടെ. ആമേ, പറ്റുമെങ്കിൽ ആ കരങ്ങളെ അടിച്ച് നിയോഗമുണ്ടെങ്കിൽ അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. 2000 വർഷം കഴിഞ്ഞിട്ടും കട്ട പിടിക്കാത്ത യേശുവിന്റെ ചോര, 2000 വർഷം കഴിഞ്ഞിട്ടും മരിക്കാത്ത യേശുവിന്റെ ചോര, പാപിയെ രക്ഷിക്കുന്ന, പാപത്തിന്റെ കടങ്ങളെ അടച്ചു തീർക്കുന്ന യേശുവിന്റെ ചോര. ഇത്രയും ദൈവമക്കൾ ആരാധിച്ചാൽ ഇതല്ല ശബ്ദമെന്ന് എനിക്കറിയാം. അഭിഷേകമുള്ള ദൈവമക്കൾ എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് ഹൃദയം തുറന്ന് ആരാധിച്ചാട്ടെ. ഈ ദേശത്തിന് വലിയ വിടുതലായി കൂട്ട സ്നാനങ്ങൾ ദേശത്ത് സംഭവിപ്പാൻ ആവോളം ശബ്ദമുയർത്തി ദൈവദാസന്മാരും ദൈവമക്കളും കുഞ്ഞുങ്ങളും ആമേ എല്ലാവരും ചേർന്ന് അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുക. സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരുമിച്ച് ഇന്ന് ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നല്ല ദാസന്മാരെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ജനത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ തിരുവനന്തപുരം വെസ്റ്റ് സെൻറ്റർ ഞാൻ കർത്താവിൽ ദീർഘവർഷങ്ങളായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആമേൻ വിലപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോ വർഗീസ് അവരുകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മീക മുന്നേറ്റത്തിന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കൊടുക്കാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. വിശേഷാൽ കർത്താവിൻ്റെ ദാസന് സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സെൻറ്ററിൽ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർക്കുന്നു. കർത്താവിൻ്റെ ദാസൻ VK സുനിൽ അവറുകൾ, കർത്താവിൻ്റെ ദാസൻ കലേഷ് പാസ്റ്റർ, അങ്ങനെ എല്ലാ ദൈവദാസന്മാരെയും ആമേൻ വിശേഷാൽ വന്ദനം ചൊല്ലുന്നു. എല്ലാവരുടെയും പേര് എനിക്കറിയത്തില്ല, അതുകൊണ്ട് എല്ലാ ദൈവദാസന്മാർക്കും വിശേഷാൽ വന്ദനം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എവിടെയോ കൺവെൻഷന് പോയിട്ട് ആരുടെയോ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞെന്ന് പ്രസംഗിക്കുമ്പോൾ പുറകിൽ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ്. ആമേൻ. നിങ്ങളൊക്കെ ശുശ്രൂഷയുടെ ഇരുത്തം വന്ന കർത്താവിൻ്റെ ദാസന്മാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ബഹുമാനത്തോടെ വന്ദനം ചൊല്ലുന്നു. ആരാധന നയിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് വിശേഷാൽ സ്നേഹവന്ദനം. അവർ മുമ്പേ ഒത്തിരി പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഒത്തിരി പേരെ കാണുന്നില്ല. അവിടെ ഉണ്ട്, മതി. സാധാരണ ശുശ്രൂഷിക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് പുറത്ത് പോകരുതെന്നാണ്. അത് ഇപ്പം വരണമെന്നില്ല മക്കളെ, ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഇവിടെ നിന്നോ. എന്നാലും ഇനി പുറത്ത് പോകരുത് കേട്ടോ, അവർ സ്റ്റേജിൽ കാണണം. ആമേ. എൻ്റെ ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരാരാ എവിടെയായിരിക്കുന്നത്? റൈറ്റ് മക്കളെ, എൻ്റെ തൊണ്ടയിൽ 80% കാറ്റും 20% ശബ്ദവുമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ഇന്ന് രാത്രി എൻ്റെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്താൻ വേണ്ടി നിൽക്കുകയാണ്. കാലം എത്ര പഴകിയാലും 4 2 വാറാണ്. എനിക്ക് 46 വയസ്സ് കഴിഞ്ഞെന്ന് ഞങ്ങളുടെ വീട്ടുകാർ അവകാശപ്പെടുന്നുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ 4 2 വാറാണ്. ഒരു 10 വർഷം മുമ്പും ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 4 2 വാറായിരുന്നു. കുറച്ചു മുമ്പേ കൂട്ടിയപ്പോഴും 4 2 വാറാണ്. യാഥാർത്ഥ്യം പറഞ്ഞാൽ മടുക്കാൻ പാടില്ല. യാഥാർത്ഥ്യം എപ്പോഴും യാഥാർത്ഥ്യമാണ്. ഞാൻ 95-ലാണ് ദൈവവചനം പഠിച്ചത്. ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന അനിശ്ചിതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PM ഫിലിപ്പ് അവറുകൾ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കഴിഞ്ഞ എൻ്റെ 30 വർഷത്തെ ശുശ്രൂഷയിൽ എൻ്റെ നെഞ്ചിനകത്ത് തുരുമ്പിടിക്കാതെ ക്ലാവ് പിടിക്കാതെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഒരു യോഗം വെച്ചിട്ട് മൈക്ക് സിസ്റ്റം കൊണ്ടുവന്നിട്ട് പാട്ടുകാരെ വിളിച്ചിട്ട് ലൈറ്റ് വെച്ച് കെട്ടിയിട്ട് എല്ലാവരും ഒരുങ്ങി വന്നിട്ട് യേശുവിൻ്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം ആ യോഗത്തിൽ കേൾക്കുന്നില്ല എങ്കിൽ ആ യോഗം സുവിശേഷ യോഗമല്ല, ആ യോഗം ശബ്ദ മലിനീകരണ യോഗമാണ്.
അതുകൊണ്ട് ഈ ദേശത്തുള്ള ആളുകൾ കേൾക്കാത്ത പുതിയ 4 ദൂത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ണുമിഴിക്കുന്നത് കണ്ട് പന്തലിനകത്തെ ആരവം കേട്ട് മടങ്ങിപ്പോകാനല്ല ഞാൻ വണ്ടി ഓടിച്ചതും ഇവിടെ വന്നതും. എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പന്തലിൽ ആരാധന വെളിപ്പെട്ടില്ലെങ്കിൽ, ആരെങ്കിലും യോഗത്തിനിടയ്ക്കിരുന്ന് ഉറങ്ങുന്നത് കണ്ടാലോ, സ്തോത്രം പറയാതിരുന്നാലോ, നമ്മുടെ ഭാഷയിൽ യോഗം ചീറ്റിപ്പോയാലോ ഒക്കെ യോഗം കഴിഞ്ഞിറങ്ങി വീട്ടിൽ തിരിച്ചു ചെല്ലുന്നത് വരെ ഒരു നായ മോങ്ങുന്നത് പോലെ ഞാൻ വണ്ടിക്കകത്തിരുന്ന് കരയുമായിരുന്നു. എന്തുകൊണ്ട് അവർ ആരാധിച്ചില്ല, എന്തുകൊണ്ട് അവർ സ്തോത്രം പറഞ്ഞില്ല. പക്ഷേ ഇപ്പം ഞാൻ ആളാകെ മാറി. നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങി തലയും കുത്തി താഴെ പോയാലും എനിക്ക് പ്രോബ്ലമില്ല. കാരണം ഞാൻ പ്രസംഗിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ള എൻ്റെ അറിവെൻ്റെ ധൈര്യമാണ്. ഞാൻ ആ വാക്കൊന്നൂടെ പറയാം. മറ്റൊരുവനിലും രക്ഷയില്ലെന്ന് ഈ പുസ്തകത്തിനകത്ത് വാക്യമുണ്ട്. കഴുത്ത് വെട്ടിയാലും ചോര ചീറ്റിയാലും ബ്രോയിലർ കോഴി കന്നാസിനകത്ത് കിടന്ന് പിടയ്ക്കുന്ന പോലെ തെരുവിൽ കിടന്ന് പെടഞ്ഞ് പ്രാണന് വിടേണ്ടി വന്നാലും, നിയമസഭയെതിരായാലും പാർലമെന്റ് എതിരായാലും വാളുകൊണ്ട് ഗളമറുത്ത് കളയുന്ന ചോരയുടെ ഉളുമ്പ് മണം പിടിക്കുന്ന നരാധമന്മാർ നേർക്ക് നേരെ വന്നാലും, ഇവിടുത്തെ സകല പൈശാചിക മണ്ഡലങ്ങൾ ആയുധമെടുത്ത് അലറി ആക്രോശിച്ചാലും, ഇവിടെയുള്ള ദൈവദാസന്മാർ, ഇവിടെയുള്ള ജനത്തിന് തിരുവനന്തപുരത്തിനോട്, കേരളത്തിനോട്, ഇന്ത്യയോട്, 5 ഭൂഖണ്ഡത്തോട് യേശുവിൻ്റെ വരവ് വരെ പറയാൻ ഒരൊറ്റ ദൂതേ ഉള്ളൂ. മറ്റൊരുവനിലും രക്ഷയില്ല. കരമടിച്ച ദൂതന് രാമൻ പറഞ്ഞാട്ടെ, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ. നല്ലപോലെ ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 12 കോടിയിലധികം രക്തസാക്ഷികളുണ്ട് ദൈവസഭയ്ക്ക്. ജീവനോടെ നിർത്തി തോലുരിച്ചു കൊന്നിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ ശരീരം മെഴുകിനകത്ത് മുക്കിയിട്ട് ആ വിശുദ്ധന്മാരുടെ ശരീരം കത്തിച്ചിട്ട് മെഴുകും അവരുടെ ശരീരത്തിൽ നെയ്ക്കള്ളോ ഒരുമിച്ച് ഉരുകി കത്തുന്ന വെട്ടത്തിൽ പന്ത് കളി കണ്ട അധമന്മാരുണ്ട്. ദൈവമക്കളെ ഗ്രൗണ്ടിൽ നിരത്തി കിടത്തി അവരുടെ മേളിൽ കൂടെ രഥമോടിച്ച് കളിച്ചവരുണ്ട്. മൃഗത്തിന്റെ തോലിനകത്ത് മുക്കി വെയിലത്ത് കൊണ്ടിട്ട് പപ്പടം പൊടിയുന്നത് പോലെ ദൈവദാസന്മാരുടെ അസ്ഥി പൊടിഞ്ഞ് വെയിലത്ത് കിടന്ന് മണ്ണിനോട് മടക്കയാത്ര പറയുന്നത് കണ്ട് ആർത്തട്ടഹസിച്ച അധമന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ ഏറെ പറയുന്നത്? ത്രിവർണ്ണ പതാക ഉയർന്നു പറക്കുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഇന്ത്യ മഹാരാജ്യത്തിൽ ഇന്ന് രാത്രിയിലും സുവിശേഷകന്മാർ ആവോളം പീഡ സഹിച്ചിട്ടും ഇന്ന് രാത്രിയിലും യേശു മാത്രമാണ് ദൈവമെന്ന് പറയുവാനുള്ള ഏക കാരണം വേറെ ഒരാളിലും രക്ഷയില്ലാത്തത് കൊണ്ടാണ്. പാപത്തിന് പരിഹാരം വരുത്താൻ എത്ര പേർ ആമേൻ പറയുന്നുണ്ട്? പാപത്തെ പരിഹരിപ്പാൻ ഒരൊറ്റ നാമം, അത് യേശുവിൻ്റെ നാമമാണ്. ഞാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും വഴിവെക്കൽ ആരെങ്കിലും കാണും, പോസ്റ്റച്ചാർ നിപ്പുണ്ട്, വീടിൻ്റെ ടെറസിൽ കാണും, സിറ്റ് ഔട്ടിൽ കാണും, മുറിക്കകത്ത് കാണും, വണ്ടിയച്ചാർ നിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിൻ്റെ നിപ്പുണ്ടായിരിക്കും. ഒരുപക്ഷെ ഇന്ന് രാത്രി കൊണ്ട് ജീവിതം ഒടുക്കാൻ ആഗ്രഹിച്ചവർ കാണും. കയറി പിടിക്കും സുവിശേഷം അവരെ. വെള്ള വസ്ത്രധാരികളുടെ കാല് പതിയാൻ വേണ്ടി ഉള്ളതല്ല സുവിശേഷ യോഗം. ദേശത്തെ പാപത്തിന്റെ ശക്തിയെ പറിക്കാനാണ് നാം ഇവിടെ വന്നത്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നാം ഒരുമിച്ച് അവന്റെ നാമത്തെ നല്ലപോലെ ഒന്ന് കൈയടിച്ച് യേശുവിന് ഹല്ലേലൂയ. ദയവായിട്ട് നിങ്ങൾ ഈ ദൂതിൽ എന്നോടുകൂടെ സഹകരിക്കണം. 1, സമയം ഒത്തിരി മുൻപോട്ട് പോയിട്ടുണ്ട്. 2, സുവിശേഷ യോഗത്തിൻ്റെ 1-ാമത്തെ ദിവസമാണ്. എനിക്ക് ഈ 1-ാം ദിവസം ഒടുക്കത്തെ ദിവസം യോഗത്തിന് പോകാൻ പേടിയാണ്. സത്യത്തിൽ 1-ാം ദിവസം പെന്തിക്കോസുകാർ സ്തോത്രം പറയണമെന്ന് ആലോചിക്കുന്ന ദിവസമാണ്. ഒടുക്കത്തെ ദിവസം പാസ്റ്റർ അറിയാതെ തുമ്മിയാലും ചിലപ്പോൾ ആരാധന വെളിപ്പെടും. പക്ഷെ 1-ാമത്തെ ദിവസം വലിയ മെനക്കേടാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എനിക്കിവിടെ നാളെ യോഗമില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തണം. ആമേൻ. യേശു ആരാണ്? മറിയയുടെ ഉദരം കടമെടുത്ത് ലോകത്തിൽ ജനിക്കുന്നു, കാലിത്തൊഴുത്തിൽ കിടന്ന് കളിക്കുന്നു. ആമേൻ. ദാരിദ്ര്യത്തിൻ്റെ പൊടി പറക്കുന്ന നസറേത്തിൽ ജീവിക്കുന്നു. വയസ്സ് 12 യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നു.
ന്യായപ്രമാണത്തിന് 39 പുസ്തകങ്ങൾ അരച്ച് കലക്കി ചാറ് വിഴുങ്ങിയ പൗരോഹിത്യ വൃന്ദത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. യേശു ന്യായപ്രമാണം പറയുന്നു. അന്ന് യെരൂശലേമിന് മനസ്സിലായി ഇവനെ ആരും ന്യായപ്രമാണം പഠിപ്പിച്ചതല്ല, ഇവൻ്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത 18 വർഷങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് യേശു ജീവിക്കുന്നു. വയസ്സ് 30 തികയുന്നു. യേശു കർത്താവ് നടന്നു ചെല്ലുന്നത് യോർദാന്റെ തീരത്തേക്കാണ്. ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചിപ്പഴുത്ത് കാട്ടാറ് പോലെ കലുതുള്ളി വരുന്ന യഹൂദന്റെ സ്വയാഹങ്കാരമായൊരു തോടുണ്ട്, യോർദാന്റെ തീരത്തേക്ക് യേശു നടന്നു ചെല്ലുമ്പോൾ, നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ പ്രമേയം യേശു ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആമേൻ. യേശു കർത്താവ് നടന്നു ചെല്ലുമ്പോൾ യോർദാന്റെ തീരത്ത് കഠിനവാക്ക് സംസാരിക്കുന്ന, കട്ടിപ്പുരികമുള്ള, കടുത്ത ഭാഷയുള്ള, ക്രാരവ ശബ്ദമുള്ള, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു 1.5 ഇരട്ടച്ചങ്കൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മരുക്കമില്ല, ഭയങ്കര മൂർച്ചയാണ്, ഭയങ്കര ഷാർപ്പാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ 4ആണ്. 1, സർപ്പസന്തതിയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. പ്രസംഗം 2, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാര് കുനിഞ്ഞഴിപ്പാൻ ഞാൻ അയോഗ്യനാണ്. പ്രസംഗം 3, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രസംഗം 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ അഗ്നിയിൽ ഇറക്കാൻ പോകുകയാണ്. ആമേൻ. ഞാൻ ഈ ദേശത്തോടൊരു പ്രവചനം പറയാം. ആരാണ് യോഹന്നാൻ എന്നറിയാമോ? ആലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷ ചെയ്ത സെഖറിയാവ് എന്ന് പറയുന്ന പുരോഹിതന് വയസ്സാം കാലത്ത് ദൈവം ദാനം കൊടുത്ത ഒരു പൊന്നുമകനാണ്. ആമേൻ. ഈ സ്നാപക യോഹന്നാൻ പൗരോഹിത്യ വസ്ത്രം വീട്ടിൽ തയ്പ്പിച്ചിട്ടിരിക്കുക. ഉള്ളങ്കി, നീളങ്കി, മാതളപ്പഴം മണി, അരക്കെട്ട്, നടുക്കെട്ട്, നീലനൂല്, ധുമ്ര നൂല്, പിരിച്ച പഞ്ഞിനൂല്, വെള്ളനൂല്, അങ്ങനെ നെയ്ത്തുകാരൻ്റെ കൈപ്പണി കൊണ്ട് ഒറ്റ നൂലിനാൽ നെയ്തിറക്കിയ നീളവസ്ത്രം ധരിച്ച പൗരോഹിത്യ വസ്ത്രം വീട്ടിൽ തയ്പ്പിച്ചിട്ടിരിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ ഇട്ടത് അപ്പൻ തയ്പ്പിച്ച പാരമ്പര്യത്തിന്റെ ഉടുപ്പല്ല, മറിച്ച് ഒട്ടകരോമത്തിന്റെ ഉടുപ്പാണ്. ഇന്ന് രാത്രി സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്ക്. പാരമ്പര്യത്തിന്റെ ഉടുപ്പുകൾ വെറുതെ കിടക്കുമ്പോൾ ചിലരെ ദൈവം വേർതിരിച്ച് ദൈവരാജ്യത്തിന്റെ പടക്കൂട്ടത്തിൽ നിർത്തുമെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചാൽ അത് കേട്ടൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഇല്ല. അവൻ ഈ ഉച്ചക്കടയോട് ഇല്ല, ഈ ട്രിവാൻഡ്രത്തോട് ഒരു പ്രവചനം ചിലരെ ദൈവം തൊടാൻ പോകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് കർത്താവിന് ആമേൻ പറയുന്നുണ്ട്? ഒരു അസാധാരണനായ പൗലൂസിനെ ഡമാസ്കസിന്റെ വാതിക്കലിട്ട് ഈജിപ്തിലെ കുതിരപ്പുറത്ത് നിന്ന് തട്ടി താഴെയിട്ട് അവനെ മണ്ണിലിട്ട് പൊടി തീറ്റിച്ച ഒരു ദൈവം ഇന്ന് രാത്രി സ്വർഗത്തിൽ ജീവിച്ചിരിക്കുകയാണ്. ഞാൻ ഉറപ്പായും ആത്മാവിൽ പ്രവചിച്ചു പറയാം, ചിലതിനെ എന്റെ ദൈവം നേരിട്ടിറങ്ങി പിടിക്കാൻ പോകയാ. ഹല്ലേലൂയ. പോട്ടെ, യേശു കർത്താവ് നടന്നു ചെല്ലുന്നു. എനിക്ക് എമ്പിടി കാര്യങ്ങൾ പറയാനുണ്ട്. എത്രത്തോളം എത്തുമെന്ന് എനിക്കറിയില്ല. ഈ ചിലരിനകത്ത് കണ്ണടച്ചിരിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. അവരെ സെൻറ്റർ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ കണ്ണുറന്നിരിക്കണം. ഇനി സെൻറ്റർ ഏൽപ്പിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. സെൻറ്റർ 13 ആൻറ്റിമാർ കണ്ണടച്ചിരിക്കണമെന്നും 16 പാസ്റ്റർമാർ കൈയടിക്കാതിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വെറുതെ വിട്ടേക്കണം. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ എപ്പോഴും പറയും, പുറത്ത് പറയാൻ കൊള്ളൂന്ന് എനിക്കറിയത്തില്ല. കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചില്ലേ വരുന്ന ദോഷം, പിന്നെ കൈയും കാലും കൂടെ ഒരുമിച്ചിട്ട് അടിക്കേണ്ടി വരും. ഈ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയാലുള്ള കുഴപ്പം, പിന്നെ ഉറങ്ങേണ്ട സമയം മാറ്റി വെച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. ഈ ഗതികേടിന് പോകുന്നതിനേക്കാൾ നല്ലത് കിട്ടുന്ന അവസരം ഏതായാലും എൻ്റെ പൊന്നു പാസ്റ്റർമാരെ, ഞാൻ പറഞ്ഞ തെറ്റാണ്, എന്നോട് പൊറുക്കണം. നമ്മൾ പെന്തിക്കോസുകാരെന്ന് നാട്ടുകാർ മൊത്തം അറിഞ്ഞു. മോദിക്ക് വരെ അറിയാം നമ്മൾ അന്യഭാഷ പറയുമെന്ന്. സത്യമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കുറേ കൊതുകിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ പെട്ടെന്ന് ഒരുങ്ങി പൗഡർ ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോയപ്പോൾ അപ്പം കൊതുക് ചോദിച്ചു എവിടെ പോവാന്ന്. നേരെ പറഞ്ഞ് ഇവിടെ അടുത്തൊരു യോഗം നടപ്പുണ്ടെന്ന്. അവിടെ പോയ കുറേ ചോര കുടിച്ചു വയറ് നിറച്ച് വരാമല്ലോ. നേരെ അപ്പൻ എടുത്ത് വെച്ച് ആരുടെ യോഗ? പെന്തിക്കോസുകാരുടെ യോഗമാണേ പോകണ്ടെന്ന് പറഞ്ഞു. അതെന്നാന്ന് മക്കൾ കൊതുക് ചോദിച്ചപ്പോൾ അപ്പം കൊതുക് പറഞ്ഞു അവരെപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുത്താൻ ബാലൻസ് കിട്ടുകയെന്ന് പറഞ്ഞു. അന്നേരം മക്കൾ കൊതു അപ്പൻ കൊതു പറഞ്ഞു അതൊക്കെ പണ്ടത്തെ പെന്തിക്കോസാ, ഇന്നത്തെ മെഴുകു പ്രതിമകൾ ഇരുന്ന് തരും കുത്താൻ എന്ന് പറഞ്ഞു. വെല്ലോ നാണമുള്ളവൻ ഇനി ആരാധിക്കും. അതും കൂടെ ഇല്ലാത്തവനോട് പറഞ്ഞിട്ട് കൈ ഉയർത്തിയിട്ട് നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് നടന്നു ചെല്ലുന്നു. ആരുടെ ചോട്ടിലോട്ടാ ചെല്ലുന്നത്?
ഒരു അധികായനായ മനുഷ്യൻ യോഹന്നാൻ പേടിച്ചു, വിറച്ചു, അറച്ചു, അസ്ഥിരനായി. ആരാ യോഹന്നാൻ? രാജാവിന്റെ ഒരു അധികാരിയുടെ ഇടഞ്ചങ്കിന്റെ നേരെ വിരൽ ചൂണ്ടിയേച്ച് ഭാര്യയെ കൊണ്ട് കൊടുക്കണം അവന്റെ മുഖത്ത് നോക്കി പറയാൻ കരുത്തുള്ള, നിന്റെ ജീവിതം ശരിയല്ലെന്ന് പറയാൻ കരുത്തുള്ള ഒരു ദൈവ മനുഷ്യൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭയലേശമില്ലാത്ത ഒരു അസാധാരണനായ ദൈവ മനുഷ്യൻ പേടിച്ചു പോയി. ആരായി നടന്നു വരുന്നത്? ത്രിലോകങ്ങളുടെ അധികാരി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ആരായി നടന്നു വരുന്നത്? ഉച്ചാരണ ശബ്ദം കൊണ്ട് ഉലകത്തെ ഉളവാക്കിയവൻ. ആരായി നടന്നു വരുന്നത്? 23 ഡിഗ്രി അച്ചുതണ്ടിൽ ഭൂമിയെ നിർത്തി കറക്കുന്നവൻ. ആരായി നടന്നു വരുന്നത്? അലറിത്തെറിക്കുന്ന രാക്ഷസ തിരക്ക് പൊടിമണ്ടുകൊണ്ട് അതിർത്തി വെച്ചൊരു മഹാദൈവം. യോഹന്നാൻ പേടിച്ചു നിൽക്കുമ്പോൾ അരുത, ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞ് 5 മഹാസമുദ്രങ്ങളുടെ ഉടമസ്ഥനായ എന്റെ കർത്താവ് യോർദാന്റെ വെള്ളത്തിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. എന്തിനാ യേശു സ്നാനപ്പെട്ടത്? പാപിയായതുകൊണ്ടല്ല. എന്തിനാ യേശു സ്നാനപ്പെട്ടത്? പെന്തിക്കോസിൽ ചേരാനല്ല. യേശു സ്നാനപ്പെട്ടത് മാതൃക കാണിക്കാനാണ്. എന്റെ പൊന്നു നാട്ടുകാര്, യേശു സ്നാനപ്പെട്ടതുപോലെ സ്നാനപ്പെടണം. അതിനൊക്കെ ഒരു നല്ല ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഒരാൾ എന്നോട് ചോദിച്ചു, സ്നാനപ്പെടാനുള്ള പ്രായം 6 ആണോ 60 ആണോ? ഞാൻ പറഞ്ഞു 6 അല്ല 60 അല്ല. സ്നാനപ്പെടാനുള്ള ഏക യോഗ്യത മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. സ്നാനത്തിന് പുസ്തകം പറഞ്ഞിരിക്കുന്ന പ്രായമല്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ മാനസാന്തരപ്പെട്ടവനാണോ അവനെ സ്നാനപ്പെടുത്താം. റോമാലേഖനം 6-ാം അധ്യായം വേദപുസ്തകത്തിൽ ഉള്ളിടത്തോളം കാലം സ്നാനപ്പെടാത്ത ഒരാൾക്ക് ഉയർപ്പ് ഉണ്ടാകത്തില്ല. എത്ര പേര് ആമേൻ പറയുന്നു? സ്നാനപ്പെടാതെ അവന്റെ അടക്കത്തോട് ഏകീഭവിച്ചാൽ. ഇന്നല്ലേ ഈ സ്നാനമൊക്കെ നമ്മൾ മുറിക്കകത്ത് കുഴികുത്തി നടത്തുന്നത്? പണ്ടത്തെ പാസ്റ്റർ അറിയാലോ, സ്നാനമെല്ലാം വലിയ തോടുകളില്ല. ചർച്ചിൽ നിന്ന് ദൈവമക്കളെല്ലാം ഒരു കർത്താവിന്റെ സ്മരണ. നിങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ടോ അതോ കൈവിട്ടോ? കൈവിടല്ലേ? ഞാൻ വീട്ടിൽ ചെന്ന് വീഡിയോ എടുത്ത് നോക്കാം എന്നെ ആരൊക്കെ കൈവിട്ടെന്നറിയാൻ. ഹല്ലേലൂയ. അന്ന് ചർച്ചിൽ നിന്ന് ദൈവമക്കളെല്ലാം കൂടെ വെള്ള വസ്ത്രധാരികളായിട്ട് 2 തമ്പാറും എടുത്ത് പിടിച്ചുകൊണ്ട് ഒരൊറ്റ നടപ്പാണ് റോട്ടിൽ കൂടെ. സ്നാനപ്പെടാനുള്ള 3-4 വെള്ളരിപ്രാക്കള് ഇങ്ങനെ നടന്നു പോവുക. ഏതാ? പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിൽ ആവിയാലെ പാടും ഞാൻ പരമേശന് സതതം. മിണ്ടുന്നില്ലേ? എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശന്. അത്രയുമല്ല ആശീർവാദം ആർത്തി പൂണ്ടു കാത്തിരുന്ന. കൈയടിച്ചു പാടിക്കേ. അത്രയുമല്ല ആശീർവാദം ആർത്തിയെ തീർത്തവനെ നാം ആർത്തു ഘോഷിച്ചിടും. ആർത്തിയെ ആർത്തിയറിഞ്ഞവൻ. മതി 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 മതി. കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. എനിക്ക് 2-3 പാട്ട് പാടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സമയമില്ലാത്തത് കൊണ്ടാണ്. ഇതുവരെ സ്റ്റേജിൽ വന്നിട്ടില്ല. പോട്ടെ. യേശു കർത്താവ് സ്നാനപ്പെട്ടു കയറി. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ക്രൂശിന്റെ ചുവട് വരെ ചെന്നാലേ എനിക്ക് പണി നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ആമേൻ. യേശു കർത്താവ് സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി ആകാശത്ത് ഒരു പിതൃശബ്ദം, ഇവൻ എൻ്റെ പുത്രനാണ്, ഇവൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതൃശബ്ദം കേട്ട അനന്തരം യേശു 40 ദിവസം ഉപവസിച്ചു. ഉദരവും കുടലും ഉണക്കി ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞനന്തരം യേശുവിന് വിശക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് സാത്താന്യ ലോകം കെട്ടഴിച്ചു വിട്ട അതിഗൗരവമുള്ള 3 പരീക്ഷണ പർവ്വതങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. 1, കല്ലിനോട് അപ്പമാകാൻ പറ.
യേശു വളരെ സിമ്പിളായിട്ട് സാത്താനോട് പറഞ്ഞു, ഇത് കല്ലപ്പമാക്കി അപ്പം തിന്ന് വയറ് നിറയ്ക്കാൻ ഇറങ്ങിയ തലമുറയല്ല, ഇത് വചനം കേട്ട് സ്വർഗത്തിൽ പോകാൻ ഇറങ്ങിയ തലമുറയാണ്. ഇത് ഞാൻ എല്ലായിടത്തും പറയും. സെമി വെട്ടിഫേഡ് കടപ്പാക്കല്ല് ഗ്രാനൈറ്റ് അടിച്ചുരുട്ടി തിന്നേന്ന് തന്നെയാൽ അടുക്കളയിൽ പോയി വീടുന്ന വീടുണ്ടാക്കാനല്ല പുതിയ നിയമസഭ. 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന 2.25 ഏക്കർ റബ്ബർ തോട്ടം മണിമലയിൽ വാങ്ങിക്കാനുള്ളതല്ല സാമേ ദൈവത്തിന്റെ സഭ. മറിച്ച് ഏതെങ്കിലും രാജ്യത്തിന്റെ വീസ കാണുമ്പോൾ പെരുത്ത് ചാടാനുള്ളതല്ല ദൈവത്തിന്റെ സഭ. വില കൂടിയ കാറ് കാണുമ്പോൾ ദേഹത്ത് കുളിരുണ്ടാകാനുള്ളതല്ല ദൈവത്തിന്റെ സഭ. ദൈവകൃപ അന്യപ്പെട്ടുപോയ, പാപത്താൽ പിടിക്കപ്പെട്ടുപോയ മനുഷ്യർ ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് നിത്യരാജ്യത്തിൽ അവകാശികളാകാൻ. ഞാനിതിന്റെ 2 സൈഡും പറയും, രണ്ടിനും നിങ്ങൾ സ്വോത്രം പറയണം. ദൈവസഭയുടെ ലക്ഷ്യം ഭൗതികതയല്ല, ദൈവസഭയുടെ ലക്ഷ്യം ഭൗമികതയല്ല. ഇന്നേക്ക് 40 വർഷത്തിന് മുമ്പ് ഒരു സാധു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് എൻ്റെ അപ്പൻ യേശുവിനെ തേടി ഇറങ്ങി. മലർന്നു കിടന്ന് മേളിലോട്ട് നോക്കിയാൽ സൂര്യഗ്രഹണം കാണുന്ന ഒരു ഗതികെട്ട പെരയും ആടുന്ന ഒരു കട്ടിലും ഒലയുന്നൊരു കസേരയും, അങ്ങനെ ദാരിദ്ര്യത്തിന് ഒരു ദാരിദ്ര്യം ഇല്ലാത്ത എൻ്റെ വീട് എൻ്റെ ഓർമ്മയിൽ 11 വർഷമാണ് അർത്ഥപ്പട്ടിണി കിടന്നത്. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി, രക്തബന്ധങ്ങൾ കൈയൊഴിഞ്ഞു. എൻ്റെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വണ്ടിയിലെ കൺസെഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 20 പൈസയാണ്. അങ്ങോട്ടും 10 ഇങ്ങോട്ടും 10. ആ 20 പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ 9 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയവരാ ഞങ്ങൾ. അപ്പോൾ ആ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മനസ്സിലായല്ലോ. ഞങ്ങളുടെ അപ്പന് ദൈവകാര്യം ഭയങ്കര നിർബന്ധമാണ്. ഞായറാഴ്ച രാവിലെ ആനയുടെ തുമ്പിക്കയുടെ വലിപ്പമുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പ ഇന്ന് ഞായറാണല്ലോ? അപ്പം പറഞ്ഞു, ഇന്ന് ഞായറാണ്. ഇന്ന് സൺഡേ സ്കൂളുണ്ടല്ലോ? ഇന്ന് സൺഡേ സ്കൂളുണ്ട്. ഭയങ്കര മഴയാണല്ലോ? ഇതെല്ലാം അപ്പൻ എന്നോട് കൂടെ പറയാ, ഭയങ്കര മഴയാണല്ലോ. ഞാൻ പറഞ്ഞു, നമുക്ക് കുടയില്ലല്ലോ. ഞാൻ പറഞ്ഞു, നമുക്ക് കുട ഇല്ലല്ലോ. അന്നേരം അപ്പം പറഞ്ഞു, നമുക്ക് കുടയില്ലല്ലോ. അടുത്ത വാക്ക് എൻ്റെ ചോദ്യമാണ്, സൺഡേ സ്കൂളിന് പോകണോ? അതിനാണ് ഇത്ര ഇൻട്രഡക്ഷൻ ഇട്ടത്. അതിന് ഞങ്ങളുടെ അപ്പം പറഞ്ഞ മറുപടി, സൺഡേ സ്കൂളും പ്രകൃതിയും തമ്മിൽ ബന്ധമില്ലെന്നാ. നിങ്ങൾ കേട്ടില്ലല്ലേ? സൺഡേ സ്കൂളും പ്രകൃതിയും തമ്മിൽ. ഞാൻ ദൈവമക്കളോട് ആഴത്തിൽ പറയാം, യേശു ചങ്കിന് അകത്തെ ചോര ഊറ്റിയത്, യേശു കർത്താവിൻ്റെ തലയിൽ മരുഭൂമിയിലെ വിഷപ്പാമ്പിനേക്കാൾ വിഷമുള്ള 164 മുള്ളുകൾ കുത്തിക്കേറിയത്, റോമൻ നാണയത്തുട്ട് ചേർത്ത് വെച്ച് മുഖരോമങ്ങൾ വലിച്ചു പറിച്ചത്, വീങ്ങി വീർത്ത് മനുഷ്യരൂപമാണോ മാംസപിണ്ഡമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഗാൽഗൂത്തായുടെ ഉച്ചം നിറകയിൽ ചോര ഒഴുകി ഉണങ്ങിയ അറവുശാലയില് കുറക് പോലെ യേശു തൂങ്ങിയത് ഈ ലോകത്തിൽ നമ്മെ പച്ചപിടിപ്പിക്കാനല്ല, അതിന്റെ ലക്ഷ്യം നിത്യതയാ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ പാസ്റ്റർമാര് വീട് വെച്ചതോ, ദൈവമക്കൾ വീട് വെച്ചതോ, കൊച്ചുങ്ങളെ അമേരിക്ക വിട്ടതോ, അയർലൻഡിന് വീസ വന്നതോ? അതിനും മറുപടി ഉണ്ട് പുസ്തകത്തിൽ. 3 ദിവസം വെളിമ്പ്രദേശത്ത് മരുഭൂമിയിൽ യേശുവിൻ്റെ കൂടെ ഇരുന്ന ജനത്തിന് 3-ാം ദിവസം വൈകുന്നേരമായപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ടെന്ന് അറിഞ്ഞൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ദൈവമക്കളോട് ഞാൻ പറയാം, 3 ദിവസം യേശുവിൻ്റെ കൂടെ ഇരുന്നവന്റെ വയറിന്റെ വിശപ്പ് യേശു അറിയുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 20 വർഷമായി അവന്റെ പുറകെ നടക്കുന്ന നിന്നെ ദേശത്തെ മാനിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇത് രണ്ടിനും കൈയടിച്ച ഒരു കുഴയും. കാര്യം ഇതിനകത്ത് ഏതിനാ കൈയടിക്കേണ്ടത്? രണ്ടിനും കൈയടിക്കണം. എന്തുകൊണ്ടാണ് രണ്ടിനും കൈയടിക്കേണ്ടത്? മറുപടി വളരെ സിമ്പിൾ അല്ലേ? കാർ ഓടിക്കുന്നത് കരിയില പറപ്പിക്കാനല്ല, കാർ ഓടിയാൽ കരിയില പറക്കും. കാർ ഇവിടെ ഇല്ല, ഈ നാട്ടിൽ കരിയിലയില്ല, ഈ നാട്ടിൽ കാർ ഓടിയിട്ടുമില്ല, കരിയില പറന്നിട്ടുമില്ല. ഇതേത് രാജ്യമാണെന്ന് ദൈവത്തിനറിയാം. ഇന്ന് വരെ ഒരാള് കരിയില പറപ്പിക്കാൻ വേണ്ടി കാർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ടുപോകേണ്ട ആശുപത്രി ഇവിടെയുണ്ട്.
ഹല്ലേലൂയ. കവലയ്ക്ക് പോകാൻ വേണ്ടി നിങ്ങൾ വണ്ടി ഓടിക്കുന്നു, നിങ്ങൾ അറിയാതെ കരിയല പറക്കുന്നു. വിശ്വസ്തമായി ദൈവത്തെ സേവിച്ചാൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കാമെന്ന് ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വാക്കൂടെ പറയാ, ക്രൂശിലേക്ക് പോയ യേശുവിന്റെ തടിക്കുരിശിന്റെ പിൻഭാഗം താങ്ങിക്കൊടുത്ത കുറേനക്കാരന്റെ തലമുറയെ റോമിലെ ബിഷപ്പാക്കി മാറ്റിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് തലമുറകളുടെ നന്മയാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. ഒരു വാക്കും കൂടെ പറഞ്ഞാലേ ഉറക്കത്തുള്ളൂ. ഇല്ല, നിങ്ങൾ കഴിഞ്ഞ വെച്ച് ചോദിക്കുക അയാൾ എന്നാ പറഞ്ഞെന്ന്. അബ്രഹാം മെസപ്പൊട്ടോമിയിൽ നിന്നാണ് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത്. ചരിത്രം വായിച്ചാൽ അറിയാം, യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്താണ് അബ്രഹാം ഇറങ്ങിയത്. എൻ്റെ പൊന്നു പാസ്റ്ററെ, എനിക്ക് കിട്ടാവുന്ന സകല ബുക്കും മേടിച്ച് ഞാൻ വായിച്ചു. അബ്രഹാം എങ്ങനെയാ യൂഫ്രട്ടീസ് ക്രോസ് ചെയ്തത്? പിണ്ടിച്ചെങ്ങാടത്തേലാണോ, അതോ മുളച്ചെങ്ങാടത്തേലാണോ, അതോ വള്ളത്തേലാണോ, അതോ കമ്പക്കുത്തി ചാടിയാണോ, അതോ നീന്തിയാണോ, അതോ വെള്ളം കുടിച്ചാണോ? ഇല്ല, ഒരിടത്തും രേഖയില്ല അബ്രഹാം എങ്ങനെയാ യൂഫ്രട്ടീസ് ക്രോസ് ചെയ്തെന്ന്. എന്നാൽ ദൈവം ചെയ്ത കാര്യം കേൾക്കണോ? അപ്പൻ ദൈവത്തിന് വേണ്ടി ഒരു നദി കടന്നപ്പോ അവന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കടല് മാറ്റിക്കൊടുത്തെന്ന് ആ കരമടിച്ച ദൂതിന് രാമൻ പറയണം. പിതാക്കന്മാർ ദൈവരാജ്യത്തിന് വേണ്ടി നദി കടന്നാൽ അവരുടെ തലമുറയ്ക്ക് വേണ്ടി ചെങ്കടലിനെ വറ്റിക്കാൻ നല്ലപോലെ ദൈവത്തെ സ്തുതിക്ക്. ഇരിക്കുന്ന ദൈവദാസന്മാര് അവർ അലഞ്ഞു കർത്താവിന്റെ വേല ചെയ്തവരാ, അവർ കാശ് കയ്യിലില്ലാതെ വലഞ്ഞവരാ. ഞാൻ ഉറപ്പായിട്ടു എന്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാരോട് പറയുന്നു, 2025 നിങ്ങളുടെ തലമുറകളെ മാനിക്കാനുള്ള ദൈവിക പദ്ധതികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഓട്ടെ, ഇത് കല്ലിനോട് അപ്പമാകാൻ പറ, വേണ്ട. ആമേൻ. സാത്താനെ, നീ കാണിക്കുന്ന കല്ലപ്പമാക്കി തിന്ന് വയറ് നിറച്ച് ശുശ്രൂഷിക്കേണ്ട ഗതികേട് എനിക്കില്ല. ആമേ, എനിക്ക് പിതാവുണ്ട്. ഞാൻ ആ ഭാഗം വിടുക. 2, ദേവാലയ ഗോപുരം. നിങ്ങൾ എന്നോട് കൂടിയുണ്ടോ? ദേവാലയ ഗോപുരത്തിന്റെ മേലും താഴോട്ട് ചാട്, ദൂതന്മാർ നിന്നെ പിടിച്ചോളൂ. അയ്യോ, നമ്മളെങ്ങാനുമാണ് ദൂതം പിടിക്കുമെന്ന് സാത്താനെ കാണിക്കാൻ വേണ്ടി ഒരു ഒറ്റ ചാട്ടം ദൂതം പിടിക്കത്തുമില്ല. അവിടെ കിടന്ന് ഒടിയും, പിന്നെ മുടിയും. നമുക്കെവിടെയാ തെറ്റെന്നറിയോ? നമ്മുടെ ഓഡിയൻസ് സാത്താനല്ല. ഹല്ലേലൂയ. ഒരത്ഭുതവും ഒരു വീഡിയോയും ദൈവമക്കളെ എഡിറ്റ് ചെയ്യരുത്. എന്തിനാ എഡിറ്റ് ചെയ്യുന്നത്? എന്തിനാ അത്ഭുതം നടന്നെന്ന് കാണാൻ കാണിക്കാൻ ഒരു എഡിറ്റിങ്. ഒരെഡിറ്റിങ്ങും വേണ്ട, പച്ചയായി അത് ചെയ്യാൻ ദൈവത്തിന് അറിയാം. എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. ആമേൻ. നമ്മുടെ ഓഡിയൻസ് സാത്താനല്ല. നിങ്ങൾ എത്ര പേര് എനിക്കറിയില്ല, ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വേഷം കെട്ടുന്നു, ആളുകളെ കാണിക്കാൻ വേണ്ടി വേഷം കെട്ടുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വേഷം കെട്ടുന്നു. നോ, നമ്മുടെ ഓഡിയൻസ് സാത്താനല്ല. അവനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കൊരങ്ങ് കളി ഇന്ന് രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ. കുറച്ചു പേർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വെറുതെ ഇപ്പുറത്ത് വന്ന് ഇപ്പുറത്തെ കൊച്ചിനോട് ചോദിക്കുക, നിനക്ക് പപ്പയോടാണോ മമ്മിയോടാണോ ഇഷ്ടമെന്ന്. അത് ഈ ചേച്ചിയോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? സാത്താൻ പറഞ്ഞു വിട്ടതല്ലേ അവരെ? മിണ്ടുന്നില്ല. ഇനി അപ്പനോടാണേലും അമ്മയോടാണേലും അത് ഈ ചേച്ചിയോട് പറയേണ്ട ആവശ്യം എന്താ? ഇന്ന് രാത്രി കൊണ്ട് സാത്താന്റെ മുമ്പിലുള്ള കൊരങ്ങുകൾ ദൈവമക്കൾ അവസാനിപ്പിച്ചേക്കണം. ആമേൻ. എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ റിയാലിറ്റി ഉള്ളൂ. ആമേൻ. ഇവിടെ നമ്മളെ മാനിക്കേണ്ട സ്വർഗത്തിലെ ദൈവമാണ്. എവിടുന്നെങ്കിലും ഒരു കാറ്, ആ കാറ് നേരെ സ്റ്റേജിന്റെ ചോട്ടിക്കൊണ്ട് പൊടി പറപ്പിച്ച് അങ്ങോട്ട് ചവിട്ടി വെച്ച് അതിനകത്തുനിന്ന് ചാടി ഇറങ്ങുന്നു. 4 ബ്ലാക്ക് കാറ്റ്സിന്റെ അനുമതിയോടെ ഓടി വന്ന് സ്റ്റേജിൽ കയറുന്നു. എടാ, മൈക്ക് എടുത്തിട്ട് ഒന്നും പറയാനില്ല, പിന്നെ എന്തിനാ ഈ വേഷം കെട്ടല്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? ഹല്ലേലൂയ. ആമേൻ. 4 അടുപ്പുള്ള വലിയ ഗ്യാസ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഗ്യാസ് കുറ്റിയുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ ഒരു കാലത്തും കാപ്പി എണ്ണത്താൻ പറ്റുകയില്ല. നിങ്ങൾ മിണ്ടുന്നില്ലല്ലേ? വിട്ടേക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ ദൂതിന്റെ ഗൗരവത്തിലേക്ക് ഓടി പോവാം. ആമേൻ. ചാടിക്കോ പിടിച്ചോളൂ എന്ന്. നമ്മളാണ് ചാടും,
തമ്പുരാൻ പിടിക്കത്തില്ല. യേശു സാത്താനെ നീ തള്ളിയിട്ടാ പിടിക്കും, ചാടിയാ പിടിക്കുകയല്ല. അത് ഉറപ്പാണ്. അത് ഒരുത്തനും ചാടിയാ തമ്പുരാൻ പിടിക്കുകയല്ല. അതിന്റെ കാര്യം എന്നറിയോ? നിന്റെ ഓഡിയൻസ് സാത്താനല്ല. മക്കളൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞ മക്കളെ. വെരി ഗുഡ്. എല്ലാവരും കൈവിട്ടാലും നിങ്ങൾ കൂടെ കാണണേ. ആമേൻ. ഇനി മൂന്നാമത്തെ പരീക്ഷ. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധന തരാമെന്ന് സാത്താൻ ചോദിച്ചത്. ആ ചോദ്യം മനസ്സിലായോ? 5 ഭൂഖണ്ഡത്തിന്റെ പേരൂർക്കട 9 സെന്റ് സ്ഥലവും ഉച്ചക്കടയില് 3 ഷട്ടറിന്റെ ഒരു കടയും പിന്നെ നമ്മൾ പെണ്ണിനെ കെട്ടിക്കുമ്പോൾ വീടിന്റെ പകുതി, പഞ്ചസാര പാത്രത്തിന്റെ പകുതി, പെറ്റുപോയെങ്കിൽ 4 കട്ടില് 5 കാസര. എന്നാ നാണം കെട്ട ഇടപാടാണ്, ആർക്കറിയാം? അയ്യോ, ചില അമ്മമാര് പെമ്പിള്ളാരെ കല്യാണം കഴിച്ച അവൾ ഈ അടുത്ത ആണ്ടിലെങ്കിലും പിറരുതേ എന്ന് പ്രാർത്ഥിക്കും. കാര്യം പെറ്റുപോയാൽ 7 അലമാരി മേടിക്കാൻ അവരുടെ കാശില്ല. ഈ വൃത്തികടക്കെ അന്യഭാഷ പറയുന്നവരെങ്കിലും അവസാനിപ്പിക്കണം. വന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ, എന്റെ വണ്ടി തല്ലി പൊളിക്കരുത്, അത് ലോണാണ്, ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. 2 പെമ്പിള്ളേരുള്ളവർക്ക് സന്തോഷം, 1 പെണ്ണും അവരാണും ഉള്ള ഒരു ചിരിയുടെ കരച്ചിലിന്റെ ഇടയ്ക്ക് 2 ആമ്പിള്ളേരുള്ളവര് ആകർക്കും. എന്ന് ഞാൻ ഒരു വാക്ക് പറയാം, ഇച്ചിരി അധികത്ത് വന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയാം. ഈ കല്യാണം കഴിക്കുന്ന പെണ്ണിന് വേലയെടുത്ത് കൊടുക്കാൻ നട്ടലില്ലാത്തവൻ കെട്ടാൻ പോകരുത്. അത് പെമ്പിള്ളേരുള്ളിടത്ത് നല്ല സ്വത്രം വരുന്നത്. കോട്ടയം ഭാഷ പറയാം, വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകരുത്. പറയണ്ടേ പാസ്റ്ററെ? അത് ജാതികളുടെ ഇടപെടൽ, നമ്മുടെ ഇടയിലെങ്കിലും ഒരു ഗുണം വരണ്ടേ ആ കാര്യത്തിൽ? ആമേ. എനിക്കൊന്നും ഇഷ്ടമില്ലാത്തത് എങ്കിലും ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോവുക. ഹല്ലേലൂയ. ആമേ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനിയുള്ള പിള്ളേരെങ്കിലും ഒരു തീരുമാനം എടുക്കണം. നല്ലൊരു അമ്മച്ചി പറഞ്ഞ പോലെ, അവന് പഠിപ്പില്ലല്ലോ, എന്നാ ഒറ്റ കെട്ട് കെട്ടിയാൽ മതി ഒരു വസ്തുവിൻ്റെ നേരെ പകുതി. എന്തൂര്! ഇപ്പം നിങ്ങൾക്കറിയേണ്ടത് ഞാൻ എന്നാ മേടിച്ച് കെട്ടിയെന്നല്ലേ? നിങ്ങൾ ആരാ മക്കളെന്ന് എനിക്കറിയാം. നാളെ വണ്ടിക്കൂലി ഇല്ലാത്തപ്പോൾ വണ്ടിക്കൂലി കടം മേടിച്ച് കോട്ടയത്തിൽ വരും. ഞാൻ എന്നാ മേടിച്ചെന്നറിയാൻ വെറുതെ കാശ് കളയണ്ട. ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല, ഒന്നും മേടിച്ചിട്ടില്ല. അത് പോട്ടെ, ദൂതിന്റെ ഗൗരവത്തിലേക്ക്. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, ഒരാരാധന തരണമെന്ന് സാത്താൻ പറഞ്ഞാൽ ഒരാരാധനയുടെ വില എന്നാന്ന് സാത്താന് മനസ്സിലായി. വകയിലുള്ള ഉപ്പാപ്പന്റെ, അനിയന്റെ, അളിയന്റെ, അമ്മാച്ചന്റെ, ചേട്ടന്റെ, അനന്തരവന്റെ, കൊച്ചുമോന്റെ കല്യാണത്തിന് സ്ഥിരം സഭായവും മുടക്കി പോകുന്ന ജഡീകനുണ്ടെങ്കിൽ അവനിരിക്കുന്ന കസേരയും കൂടെ കത്തിച്ച് കളഞ്ഞേക്കണില്ല. സഭ ഗതി പിടിക്കുകയില്ല. ആരാധന പ്രാണവായുവിനേക്കാൾ വലുതാണ്. ഹല്ലേലൂയ. പിന്നെ സങ്കീർത്തനം വായിക്കുമ്പോഴാണ് ചിലർ യോഗത്തിന് വന്ന് കയറുന്നത്, കർത്താവേ നീ തലമുറ 2 തല പറയുന്നതിനിടയ്ക്ക് 1 തലയും കൂടെ വന്നിട്ട് റാന്നിയിൽ ഒരു അമ്മച്ചിനെ പാസ്റ്റർ രാവിലെ ആരാധനയ്ക്ക് വിളിച്ചു, അമ്മ നാളെ ആരാധനയ്ക്ക് വരുമോ? അമ്മ പറഞ്ഞു, മുട്ടിന്റെ പുറകിലത്തെ മസിലിന് പിടുത്തമായതുകൊണ്ട് ചർച്ചിൽ വരാൻ പാടാന്ന് പറഞ്ഞു. ആകെ ചർച്ചിലോട്ടുള്ളത് 6 സ്റ്റെപ്പാണ്. ആകെ 6 സ്റ്റെപ്പ് കയറാൻ മുട്ടിന്റെ പുറകിൽ മസിലിന് പിടുത്തം. പക്ഷേ അമ്മച്ചി ചിന്തിക്കാതെ പിറ്റേ ദിവസം വെള്ളം കയറി വന്നു. പിറ്റേ ദിവസം വെള്ളം കയറി വന്നപ്പോൾ 6 സ്റ്റെപ്പ് കയറാൻ വരാത്ത അമ്മമ്മ 3-ാം നിലയുടെ മേളിലോട്ട് പോയത് എലിവാണം കത്തിച്ചു വിട്ടതുപോലെയാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഒരു പരിധി വരെ കുരുത്തക്കേട്. ഇന്നിപ്പോ ഈ യോഗത്തിന് ഇത്രയും നേരം കിടന്ന് ഞാൻ ഇവിടെ കിടന്ന് അലച്ചിട്ടും ഒരു കൈ പോലും അടിക്കാതെ, ഒരു പ്രാവശ്യം പോലും സ്തോത്രം പറയാത്ത ചില പാർട്ടികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വീട്ടിൽ ചെന്ന് 3 ചപ്പാത്തി വെച്ചു കൊടുത്താൽ അവൻ ദാവീദ് സിംഹത്തെ കീറുന്ന പോലെ അത് കീറും. അവനത് വലിച്ചത് വായിക്കാത്താക്കും, അവനത് വിഴുങ്ങുകയും ചെയ്യും. ആ ചപ്പാത്തി എന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ അമ്മാമ്മയ്ക്ക് പോലും അറിയില്ല. ഈ പട്ടണത്തോട് കാണിക്കുന്ന ആർത്തിയുടെ പകുതി ആരാധനയോട് കാണിച്ചിരുന്നെങ്കിൽ പാസ്റ്റർ നാളെ തൊട്ടുള്ള യോഗ അനുഗ്രഹമായി. ഇന്ന് ഇത് അടിച്ച് നിവർക്കാം. നിങ്ങൾ ഒത്തിരി ദൈവമക്കള്, നല്ല ദൈവമക്കളെ, എന്നാലും ഇടയ്ക്കുണ്ടല്ലോ 1-2 അവരുടെ നല്ലപോലെ കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ കർത്താവിന്. പോട്ടെ, പിശാച് കെട്ടടിച്ചു വിട്ട പരീക്ഷണ പർവ്വതങ്ങളുടെ കൊമ്പൊടിച്ചു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 1-ാമത്തെ അത്ഭുതം. യേശു കർത്താവ് ചെയ്ത അനിഷേധ്യമായ ഏതാണ്ട് 37ഓളം അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യായിറോസിന്റെ മകളെ വീട്ടിൽ വെച്ച്, വിധവയുടെ മകനെ റോട്ടിൽ വെച്ച്, ലാസറിനെ കല്ലറയ്ക്കകത്തുനിന്ന് ഞാൻ ഈ നാടിനോട് ഉറക്കിയൊരു ദൂത് പറയാം, വീട്ടിൽ നഷ്ടം വന്നാൽ അവിടെ വന്ന് തിരിച്ചു തരാൻ, റോട്ടിൽ നഷ്ടം വന്നാൽ അവിടെ വന്ന് തിരിച്ചു തരാൻ, അല്ല കല്ലറയിൽ കൈവിട്ടുപോയാൽ അവിടെ വന്ന് തിരിച്ചു തരാൻ എന്റെ കർത്താവ് കരുത്തനാണ്. ഈ കൺവെൻഷൻ വെറുതെയല്ല. ചിലരുടെ നഷ്ടങ്ങളെ പരിഹരിക്കാൻ എന്റെ കർത്താവ് കാറ്റിനെ തന്റെ വാഹനമാക്കി ഇന്ന് രാത്രി ഇറക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ആമേൻ പറഞ്ഞാട്ടെ.
ഞാൻ വിശ്വസിക്കുന്നു, ആരോടും പറയാതെ നിന്റെ വീടിനകത്ത് നീ അനുഭവിക്കുന്ന വിഷയം അത് നിന്റെ തലമുറയാണെങ്കിൽ അതിനെ വിടുവിപ്പാൻ ഇന്ന് രാത്രി യേശുവിന് കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സെന്ററെ, ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കർത്താവിന്റെ ദാസന ചാക്കോ വർഗീസ് അവറുകൾ, ഞാൻ ഈ സെന്ററിനോട് ദൂത് പറയാം. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിനെ കുറിച്ച്, യുഗാന്ത്യ സംഭവങ്ങളെ കുറിച്ച് പ്രസംഗിക്കാൻ ഒരു ദൈവദാസനെ വിളിച്ചാൽ അദ്ദേഹം പറയാൻ സാധ്യതയുള്ളത്, നല്ല വിവരമുള്ള പാസ്റ്റർമാർ നമുക്കില്ലേ? ഗാസയിൽ വീണ ബോംബിന്റെ വികിരണ ശേഷി പറയും, ഇസ്രായേലിന്റെ നവീന ആയുധങ്ങളെ കുറിച്ച് പറയും, USSRനെ കുറിച്ച് പറയും, വ്ളാഡിമിർ പുടിനെ കുറിച്ച് പറയും, ട്രംപിനെ കുറിച്ച് പറയും, ഇസ്രായേൽ യുദ്ധത്തിനൊരുക്കുന്ന പടക്കോപ്പുകളെ കുറിച്ച് പറയും, വന്ന വൈറസ് 17, വരാനുള്ളത് 300 എന്ന് പറയും, വന്ന ഭൂകമ്പം 6.8, വരാൻ പോകുന്ന 8.6, ഭൂമി പുടപട പൊട്ടിക്കിറുകര കിരിമത്തനെ പോലെ ചാഞ്ചാടി കാവൽ മാടം പോലെയാടി ചരമഗീതം പാടാൻ ഈ ഭൂമി കച്ചകെട്ടി കാത്തിരിക്കുന്നു. 2040 ആകാശത്ത് സൂര്യൻ കരിമ്പടം പോലെ കറുക്കും. 2050 വെള്ളം മക്കിയെടുക്കാനില്ലാത്ത വെടിച്ചു കീറിയ ഒരു ഗ്രഹമായി ഈ ഭൂമി മാറും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വെപ്രാളം. എന്നാൽ ഞാൻ പറയുന്നു, അന്ത്യകാലത്തെ കുറിച്ച് ഞാൻ വായിച്ചത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഹല്ലേലൂയ. എനിക്കറിയില്ല, സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. ആത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, പേരൂർ ഈ ദേശം, ഈ പേരൂർക്കട അല്ലല്ലോ തിരുവനന്തപുരം വെസ്റ്റ് സെന്റർ വലിയൊരു റിവൈവൽ കാണാൻ പോലെയാ. ഇവിടുത്തെ തലമുറകൾ പ്രവചിക്കും. ഹല്ലേലൂയ. പ്രവചനത്തെ വിമർശിക്കുന്നവന് 10,000 ലൈക്ക് കിട്ടിയാലും പ്രവചിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ എഴുന്നേൽക്കാൻ പോവുകയാണ്. എത്ര പേർ റെയിൽവേ സ്റ്റേഷനിൽ പാട്ട് കേൾക്കും, എയർപോർട്ടുകളിൽ അന്യഭാഷകൾക്കും. ഇവിടുത്തെ നിയമസഭ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു ദിവസം വരും. റിയലി ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, തലമുറകൾ ശുശ്രൂഷകൾ സ്വീകരിക്കുന്നു ഒരു സീസൺ. പോട്ടെ, ദൂതുമായി മുൻപോട്ട് പോകുന്നു. യായിറോസിന്റെ മകളെ വീട്ടിൽ, വിധവയുടെ മകനെ റോട്ടിൽ, ലാസറിനെ കല്ലറ. 3 കുരുടന്മാർക്ക് കാഴ്ച. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ഞാൻ പെട്ടെന്ന് നിർത്താം. 3 കുരുടന്മാർക്ക് കാഴ്ച. നിലത്തുതുപ്പി ചേറുണ്ടാക്കി, ചേറ് കുഴച്ച് കണ്ണിൽ പുരട്ടി 4 കുന്നിനെ തഴുകി വരുന്ന ശീലോഹാങ്കുളത്തിന് തണുത്ത വെള്ളം തട്ടി ഒഴിക്കുമ്പോൾ മണ്ണ് ചാടിക്കേറി കണ്ണാകുന്നത് അവർ കണ്ടതാണ്. യേശുവിൻ്റെ മുമ്പിൽ ഇരുണ്ട ലോകം തെളിഞ്ഞു വരികയാണ്. അടഞ്ഞ ഭാവി തുറന്നു വരികയാണ്. യേശുവിൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ കണ്ട 3 പ്രത്യേകത. 1, ആരും തൊടാത്തവരെ യേശു തൊടും. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടുമെന്ന്. 3, ആരും കയറാത്ത വീട്ടിൽ യേശു കയറുമെന്ന്. അല്ലയോ നാട്ടുകാരെ, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. അവന് ജാതിയില്ല, അവന് മതമില്ല, അവന് വർണ്ണമില്ല, അവന് വർഗമില്ല. ഏത് പാപിയെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വിഷയാണലിയുടെ കടിയേറ്റ് കോട്ടയം കരുത്താസ് ആശുപത്രി കൈയൊഴിഞ്ഞ് നെറുക മുതൽ പാദം വരെ പഴുത്തു പുഴുത്ത് നാസാരംബരങ്ങൾ തുളച്ചു കയറുന്ന കഠിന ദുർഗന്ധത്തിനടിമയായി രക്തബന്ധങ്ങളെല്ലാം കൈവിട്ട് ആഹാരം കഴിക്കാൻ വകയില്ലാതെ എൻ്റെ അപ്പനും അമ്മയും കൂടെ 6 പ്രാവശ്യമാണ് ആത്മഹത്യക്ക് പോയത്. കുപ്പിച്ചിൽ ഇടിച്ചു പൊട്ടിച്ച് ചോറിൻ്റെ ഉരുള വെച്ച് വിഴുങ്ങാൻ, ഫ്യൂരിഡാൻ വിഷം കുടിക്കാൻ, കെട്ടിത്തൂങ്ങാൻ, എൻ്റെ അനുജത്തിമാരെ ഒക്കത്ത് വെച്ച് കെട്ടിക്കൊണ്ട് നാട്ടില് ഉയർന്ന പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ. അങ്ങനെ 6 ആത്മഹത്യകൾ വഴിമാറിയ വീട്ടിൽ ഇന്ന് 5 ഉപദേശിമാരുണ്ട്. ഞങ്ങൾ 5 പാസ്റ്റർമാരുണ്ട്. എടാ ഉണക്ക സാത്താനെ, നീ തകർത്ത കുടുംബത്തെ പണിയാൻ യേശുവിന് കഴിയുമെന്ന് എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വെസ്റ്റ് സെന്ററിന്റെ ആൾബലം കാണിക്കാനല്ല ഈ യോഗം, പിശാചിന്റെ കെട്ടുകളെ അഴിപ്പാൻ, ചില കുടുംബങ്ങളെ വിടുവിപ്പാൻ.
നല്ലപോലെ ആരാധിക്കുക. കമോൺ കമോൺ. ഷാഖാര ബഖാനാമ ഷാന്തേരിയ ലേബ്രാധന മസിയ. ഹല്ലേലൂയ. എനിക്കറിയില്ല പാസ്റ്റർ, ഞാൻ മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത റിയലി ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഞാൻ ഈ വേദിയിൽ ദൈവമഹത്വം അനുഭവിക്കുന്നുണ്ട്. ദൈവം ഈ ദേശത്ത് എന്തോ ചെയ്യുകയാണ്. ആമേൻ. ഒരു ഒറ്റയാന കാടിറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ദേശത്തിറങ്ങി വരട്ടെ. പൈശാചിക ഇരിപ്പിടങ്ങളെ തകർത്ത്, ശാപങ്ങളെ തകർത്ത്, ആമേ കുലപാതകത്തെ തകർത്ത്, കുടുംബ തകർച്ചകളെ മാറ്റി ദേശത്തെ ഹംസായ ആംധരായ സദാൽ പ്രഭാനയ. ഹല്ലേലൂയ. ആർക്ക് തടയാൻ പറ്റും? ആർക്ക് തടയാൻ പറ്റും? ആർക്ക് തടയാൻ പറ്റും? സ്വന്തം തലമുറകൾ വഴിപിഴച്ചു പോകുകയാ. ദൈവകൃപട്ട് വന്യപ്പെട്ട് അന്യപ്പെട്ടു പോകുകയാ. ഞാൻ കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിൽ ഒരു യോഗം കഴിഞ്ഞ് രാത്രി 10:30-11 മണിക്ക് ആ ഹെയർ പിന്നിന്റെ വളവിൽ ഒരു ചെറിയ തണുപ്പത്ത് വണ്ടി എല്ലാം കൂടെ ബ്ലോക്കായി. പെരുമ്പാമ്പേരയെടുത്ത പോലെ വണ്ടി ബ്ലോക്കിൽ കിടക്കുക. എനിക്ക് രാവിലെ യോഗത്തിന് പോകണം. ഞാൻ ആകെ അസ്വസ്ഥനായിരിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, 10 ബൈക്കേല് കുഞ്ഞുങ്ങൾ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നു. 10 ബൈക്കേൽ നമ്മുടെ പുതിയ ബൈക്കില്ലേ, കാട്ടുപോത്ത് പോലെ ഇരിക്കുന്ന ഒരു സാധനം. എന്നെ ഒന്ന് സഹായിക്കേ. പിടി എവിടെയാന്ന് അറിയാൻ മേലാത്ത ഒരു സാധനം. ഫ്രണ്ടിൽ ഇരിക്കുന്ന കൊച്ച് ഓന്ത് മരത്തെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും. പുറകെ ഇരിക്കുന്ന ആള് BSNL ടവർ പോലെ ഇങ്ങനെ ഇരിക്കും. ഇടി കഴിഞ്ഞാൽ ഇത് മേളിൽ കൂടെ എവിടെയെങ്കിലും ചെല്ലും. ഇവൻ എവിടെ ചെല്ലും എന്നോടെ തമ്പുരാനറിയാം. 10 പിള്ളേർ ഇറങ്ങി വരിക മേളിൽ. ഞാൻ ഈ ബൈക്ക് ഓടിക്കുന്നതിന് നിനക്ക് അത്ര ബൈക്കാണോ? പിന്നെ നീ എന്തിനാ ചമ്മന്ന്? അവന്റെ കൈ ചുമ്മാ ചമ്മലിരിക്കുക. വെറുതെ 2 എണ്ണം കിടക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇറങ്ങി വരിക. ഞാൻ എന്നോട് പറഞ്ഞു, ആംഗ്ലയും പെങ്ങളുവാ. കാര്യം ഈ മലയാളിയുടെ ഒരു വൃത്തികെട്ട തിരക്കഥയുണ്ടല്ലോ, വേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ആംഗ്ലയും പെങ്ങളുവാ. പിന്നെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ ഇത്രയ്ക്ക് മണ്ടനാകണോ? ഞാൻ ഇത്രയ്ക്ക് മണ്ടനാകണോ? നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്ക്. തൊഴിലുറപ്പിന് കിട്ടുന്ന 330 രൂപ, 30 രൂപ എന്ന് ചോദിച്ച് 300 രൂപ മാറ്റി വെച്ചിട്ട് രാത്രി ജോലിയും കഴിഞ്ഞ് വന്ന്, അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് 11 മണി വരെ വീട്ടിലെ പണി മുഴുവൻ തീർത്ത് മിച്ചമുള്ള ആ കരിക്കലത്തിലെ കരി നൈറ്റിലോട്ടൊന്ന് അമർത്തി തൂത്തേച്ച് നമ്പർ മാഞ്ഞു തുടങ്ങിയ ഫോൺ എടുത്ത് മകളുടെ നമ്പർ കുത്തി വിളിക്കും. വിളിച്ചു രാത്രി 11 മണിക്ക് മോളപ്പുറത്തുനിന്ന് ഫോൺ എടുക്കും. മോളെ, കണ്ടമിടറിയൊരു വിളിയാ. അധ്വാന ഭാരം കൊണ്ട് വിറങ്ങലിച്ച് ശരീരത്തിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ക്രാരവ ശബ്ദമുള്ള ഒരൊറ്റ വിളി. മാതൃത്വത്തിന്റെ തേൻ പുരട്ടി വരിക. അമ്മേ മോളെ. ഈ കൊച്ചു ഫോൺ എടുക്കുമ്പോൾ ഫോണിനകത്തോടെ ഒരു കാറ്റ് കേൾക്കാം. ഇങ്ങനെ കാറ്റ് കേൾക്കാം. ചെന്ന മോനെ, ഭയങ്കര കാറ്റ്. 20 അസ്ഥി ഒടിയുന്ന വേദന സഹിച്ച്, 57 യൂണിറ്റ് വേദന സഹിച്ച്, ചോരയുടെ നിറം മാറ്റി പാലാക്കി പാൽക്കുടങ്ങളിൽ ചുരത്തി ഊർത്തി കുടിച്ച് സ്വന്തം അമ്മയുടെ മരണത്തിന്റെ ചൂട് പറ്റി വളർന്ന അവള് അമ്മയോട് എടുത്താ പൊങ്ങാത്തൊരു നുണ പറഞ്ഞു. എന്നറിയാമോ? ഞാൻ ടേബിൾ ഫാന്റെ മുമ്പിലാന്ന്. അല്ലടി, നീ ടേബിൾ ഫാന്റെ മുമ്പിലല്ല, നീ വയനാടിന്റെ ചുരവിറങ്ങുകയാ. രാത്രി 6 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറക്കാതെ അമ്മമാര് പൊതിഞ്ഞു പിടിച്ച് വളർത്തിയ സന്താനങ്ങൾ അവർ കെട്ടടിഞ്ഞു അല്ലേ? അവർ ദൈവത്തെ മറന്നു അല്ലേ? അവർ പാപരാഹിത്യങ്ങളിൽ എത്തിയല്ലേ? അവർ സ്വന്തം മാംസത്തിനും മാനത്തിനും വിലയില്ലാതെ ജീവിക്കുക അല്ലേ? ഇന്ന് രാത്രി ആ ശാപത്തിന്റെ മേൽ സഭ ജയമെടുക്കട്ടെ. സുവിശേഷത്തിന്റെ വേദികളിൽ തലമുറകൾ സ്ഥാനം പിടിക്കുന്ന ഒരു ദിവസം, സുവിശേഷത്തിന്റെ ഇരിപ്പിടങ്ങളിൽ അഭിഷേകമുള്ളവ തലമുറകൾ എഴുന്നേറ്റു വരുന്ന PAP-കാരുണ്ടോ? സൺഡേ സ്കൂളുകാരുണ്ടോ? ഗെറ്റ് റെഡി. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ചർച്ചിന്റെ അക്കൗണ്ടിൽ കാശ് മിച്ചം വരുത്തുന്ന സെക്രട്ടറി അല്ല നല്ല സെക്രട്ടറി. ആ കാശ് കൊണ്ട് യോഗം നടത്തുന്ന സെക്രട്ടറി ആ നല്ല സെക്രട്ടറി. ചെല്ലു പറയുന്നത് ഞാൻ നല്ല സെക്രട്ടറിയാണ്. എന്നാ തെളിവ്? ഞാൻ ഇറങ്ങിയപ്പോൾ 4 ലക്ഷം രൂപ മിച്ചമുണ്ട്. എൻ്റെ അച്ഛ അതുകൊണ്ട് അന്തിക്രിസ്തു പടക്കം മേടിക്കും, പൊട്ടിച്ച് കളിക്കും. രക്തത്താൽ 4 യോഗം നടത്താന്നേ. ആരാണ്ട് മനസ്സിൽ പറഞ്ഞു അവന് മീറ്റിംഗ് കിട്ടാനാണ്, ഒന്ന് പോയി വേറെ ജോലി നോക്ക്. എന്നെ പറഞ്ഞാലും നേരെ തിരിച്ച്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ,
മീറ്റിംഗ് ഒക്കെ ഇല്ല, നീയൊക്കെ എന്നാ ചെയ്യുമെന്ന് എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ബോധമുണ്ട്, എന്ന് മീറ്റിംഗ് ഉള്ള പാസ്റ്ററായിട്ടല്ല ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. 3 ദൈവമക്കളെ 95-ൽ 3 ദൈവമക്കളെ ഒരു വീടിനകത്ത് വെച്ചുകൊണ്ട് 6 മാസം പ്രസംഗിച്ചപ്പോഴാണ് എനിക്ക് 4മതൊരു വിശ്വാസിനെ കിട്ടിയത്. ആന്നേ, ഒരു സുവിശേഷ വിരോധി ഒരു അരിവാളും കൊണ്ട് വെട്ടാൻ ഓടിച്ചിട്ട് ഞാൻ അന്ന് ഓടിയ ഓട്ടം പി ടി ഉഷയുടെ കൂടെ ഓടുവായിരുന്നുണ്ടല്ലോ, ഇന്നത്തെ ആ ഭാരതരത്നയൊക്കെ എനിക്ക് കിട്ടിയേനെ. അയ്യോ, എൻ്റെ ഭാഷയെ സഹിക്കാൻ മേലെ. ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞു എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോൾ ആ വീട്ടിലെ മനുഷ്യനൊരു വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനം, അദ്ദേഹത്തിന് ദൈവമില്ല. ഞാനകത്ത് ചെന്നിരിക്കുന്നു, പുള്ളി എങ്ങാണ്ട് പോയെന്ന് പറഞ്ഞു വെച്ചാൽ സമയം വന്നു വെച്ചാൽ ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് എൻ്റെ നേരെ ഒരു വരവ്. ഞാൻ ഓടി ഓട്ടം പ്രാണനും കൊണ്ട് ഞാൻ പാഞ്ഞു, നേരെ പാഞ്ഞ് അയ്യോ ഒത്തിരി ഓടി കേട്ടോ, നല്ല കലക്കൻ ഓട്ടം ഓടി. ഞാൻ പിന്നെ ആ ഏരിയയിലോട്ട് പോയിട്ടില്ല. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ആ സ്ഥലത്ത് ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ എന്നെ ഓടിച്ച പുള്ളി ഫ്രണ്ടിലിരുന്ന് തകർത്ത് ആരാധിക്കുന്നു. ഞാൻ ആദ്യം നോക്കിയത് പുള്ളിയുടെ ഈ ബൈബിളാണോ അതോ അരിവാളാണോ എന്ന് നോക്കിയത്. കാര്യം എന്നെ എത്ര പേര് ആമേൻ പറയുന്നത് പ്രിയപ്പെട്ടവർ? ഹല്ലേലൂയ, ആമേൻ. കർത്താവ് വലിയ കർത്താവാന്നേ. ഓട്ടെ, നമുക്ക് ഈ ദൂതിൻ്റെ ഗൗരവത്തിലേക്ക് ഓടിക്കാം. അങ്ങനെ ഏതാണ്ട് 10-37 അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന സമയം മുഴുവൻ പോവാ എന്നാ ചെയ്യാൻ എനിക്കറിയത്തില്ല. ഞാൻ ഉച്ചയ്ക്ക് 12:30 വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാ. എൻ്റെ ഡ്രൈവറും എൻ്റെ ക്ലീനറും എല്ലാം ഞാൻ തന്നെയാണ്. ഞങ്ങളുടെ കുമരകത്തൊരു ചായക്കടക്കാരനുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ചായ എന്ന് പറയുമ്പോൾ പുള്ളി അവിടെ നിന്ന് ഒച്ചത്തിൽ ഒരു ചായ എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഒരു അകത്താരാണ്ടുണ്ടെന്ന് ആരുമില്ല. പുള്ളി തന്നെ പോയി ചായ എടുത്തോണ്ട് വരും. ഞാൻ ചോദിച്ചു അതെന്തിനാ പിന്നെ വിളിച്ചു പറഞ്ഞത്? ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഒരു അരങ്ങൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ദൂതിൻ്റെ ഗൗരവത്തിലേക്ക് നമുക്ക് കയറി വരാം. ഈ വേദപുസ്തകത്തിൻ്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ പുതുനിയമ കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവം, യേശു മണ്ണിലേക്ക് അവതരിച്ചതിൻ്റെ ഒരു സ്വഭാവം ഒരുപക്ഷെ വ്യാഖ്യാനാതീതമാണ്. ലോകത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം മരിച്ചവർ ഉയർത്തതല്ല. എന്നോട് കൂടെയുണ്ടോ? കുരുടന്മാർക്ക് കാഴ്ച കിട്ടിയതല്ല, കണ്ണില്ലാത്തവന് കണ്ണുണ്ടായതല്ല, മുടന്തൻ എഴുന്നേറ്റതല്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, എന്നെ കേൾക്കണേ. ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം, എൻ്റെ പാസ്റ്ററിനെ നെഞ്ചത്തൊട്ട് ഞാൻ പറയാം, ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ദൈവം മനുഷ്യനായതാണ്. സമാനതകളില്ലാത്തൊരു അത്ഭുതം. ത്രിലോകങ്ങളുടെ ഉടമസ്ഥൻ, ഉച്ചാരണം കൊണ്ട് ഈ ഉലകത്തെ മുഴുവൻ ഉളവാക്കിയ ദൈവം ഒരു പാവം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അമർന്നെന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന, ആണിയടിച്ചാൽ കയറുന്ന, വിശക്കുന്ന, കരയുന്ന, സങ്കടപ്പെടുന്ന, കാലൂന്നി നടക്കേണ്ടി വരുന്ന. നിങ്ങൾ ഏഞ്ചലോളജി പഠിക്കണം, ദൂതശാസ്ത്രം. ഒരു ദൂതൻ അധിപസ്വർഗത്തിൽ നിന്ന് ഭൂമി വരാൻ വേണ്ട വേഗത സമയം 8 സെക്കൻഡാണ്. അധിപസ്വർഗത്തിൽ നിന്ന്, ദുബൈ എന്നല്ല, അധിപസ്വർഗത്തിൽ നിന്ന് 8 തവണ അത് ഇങ്ങനെ ഞൊടിക്കുമ്പോൾ ദൂതൻ അവിടുന്ന് ഭൂമിയിൽ വരുവാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആമേ, ഒരു ദൂതന്റെ വേഗത എന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആമേ. ഈ ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായി എൻ്റെ കർത്താവ് പൊടിമണ്ണിൽ കൂടെ നടക്കേണ്ടി വരികയാണ്. കർത്താവ് വെയിൽ കൊള്ളുകയാണ്. അവൻ ഉറങ്ങിപ്പോയെന്നൊരു പടകിൽ തലവെച്ചിട്ട് അവൻ, നിങ്ങൾ പറയും അത്ഭുതത്തിന് വേണ്ടി വോട്ടവർ, അതെന്റെ വിഷയമല്ല. അവൻ നടന്നവൻ ക്ഷീണിച്ചു, അവൻ കരഞ്ഞിട്ടുണ്ടെന്ന്, അവന് വിശന്നെന്ന്, അവന് ദാഹിച്ചു. വെരി തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, അസാധാരണനായ ദൈവം, എല്ലാത്തിന്റെ ഉടമസ്ഥനായ ദൈവമേ, അങ്ങ് എന്തിനാണ് മാംസപിണ്ഡമായത്? അങ്ങ് എന്തിനാണ് ഗർഭപാത്രത്തിൽ കയറിയത്? അങ്ങ് എന്തിനാ മനുഷ്യനായത്? എനിക്ക് താങ്ങാൻ മേലാത്തൊരു ദൂത് ബൈബിളിൽ കിടപ്പുണ്ട്. എൻ്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് ഇന്ന് രാത്രി നാട്ടുകാരറിയണം, യേശു മനുഷ്യനായത് ആമേൻ ആമേ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ആമേ അന്ന് ആമേ യേശു ജനിച്ചെന്ന് പറഞ്ഞ് കേരളത്തിൽ കള്ള് കച്ചവടത്തിനല്ല. യേശു ജനിച്ചെന്ന് പറഞ്ഞ് ആളുകൾ വട്ടം കൂടി അവധിയെടുക്കാനല്ല. പിന്നെ യേശു ലോകത്തിൽ വരേണ്ടി വന്നത് അവന്റെ മക്കൾ ജഡരക്തങ്ങളോട്. ചുവടെ കയറ്റി പറയാം, എനിക്ക് വേണ്ടി. ബൈബിളിനകത്തെ പഴയ നിയമത്തിലെ ക്രൂശിനെ മുട്ടി നിൽക്കുന്ന സമാനതകളില്ലാത്ത 3 സംഭവങ്ങൾ വിശദീകരിക്കാൻ നേരമില്ല. 1, കഴുത്തറുത്തു വീണൊരു കുഞ്ഞാട്. 2, കയ്പ് മാറ്റാൻ മാറായിൽ വെട്ടപ്പെട്ട ഒരു മരം. 3-മത്തത് പിളർക്കപ്പെട്ട ഒരു പാറ. നിങ്ങൾ ഇന്ന് കേൾക്കുന്നുണ്ടോ? പഴയ നിയമത്തിലെ കാര്യം മാത്രം തൊട്ടു പറയുക. 1,
കഴുത്തറുത്ത് വീണ ഒരാട്, 2 വെട്ടപ്പെട്ട ഒരു മരം, ഉറവയിലെ കയ്പ് മാറാൻ സ്വയം വെട്ടേൽക്കുന്ന ഒരു മരം. അത് കാൽവറിയുടെ അസാധാരണ വെളിപ്പാടാണ്. ആബീബ് മാസം 10-ാം തീയതി ആടിനെ ഓർതിരിച്ച് 14-ാം തീയതി സന്ധ്യാസമയത്ത് ആടിന്റെ കഴുത്തറുത്ത് തോലുരിച്ച് മാംസം വെള്ളത്തിൽ കുലുക്കി കഴുകി മാംസം നുറുക്കിയെടുത്ത് വീടിനകത്ത് അടുപ്പുണ്ടാക്കി അടുപ്പിനകത്ത് മാംസം ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പിന്റെ ചീരയും ചേർത്ത് വായിൽ വെച്ച് ചവച്ച് ഒറ്റ രാത്രി കൊണ്ടവർ കാഹളം കേട്ട് മിസ്രൈമിന്റെ അടിമച്ചങ്ങല പൊട്ടിച്ചു. എന്ത് വെളിപ്പാടാത്! പാപലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു തന്നു. ആ കൈയൊന്ന് ഉയർത്തി ഹല്ലേലൂയ. യേശു, ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ എന്നോട് പൊറുക്കണം. ഞാനോ നിങ്ങളോ 1 കിലോ പാവയ്ക്ക കറി വെച്ച് തിന്നത് കൊണ്ടൊന്നും യേശുവിൻ്റെ ക്രൂശീകരണമാകില്ല. അതൊക്കെ എത്രയോ ഭീകരമായ സംഭവങ്ങളാണ്. സമാനതകളില്ലാത്ത എത്ര വേദനയാണ് യേശു ക്രൂശിൽ സഹിച്ചത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പോട്ടെ, 3 കാര്യങ്ങൾ മുൻപോട്ട് വിടുന്നു. 1, അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്, കേൾക്കുന്നുണ്ടോ? 2, വെട്ടപ്പെട്ട ഒരു മരം. 3, പിളർക്കപ്പെട്ട പാറയുടെ പിളർപ്പിലും ബാക്കി പറ, കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. പറയാം, യേശു കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ 30-ാമത്തെ വയസ്സിൽ തുടങ്ങി. ഏതാണ്ട് 3.5 വർഷത്തിലേക്ക് സമയം പോകുന്ന എനിക്ക് വെപ്രാളം വരുന്നു. 3.5 വർഷത്തേക്ക് ശുശ്രൂഷ അടുക്കുകയാ. യേശു ഓടിച്ചെന്ന് കയറിയത് ഗെത്സമന തോട്ടത്തിലാണ്. യേശു ചെന്ന് കയറിയത് ഗെത്സമന തോട്ടത്തിലാണ്. ഞാൻ യേശുവിൻ്റെ കാൽവറിയെ 3ആയിട്ട് തിരിച്ചു പ്രസംഗിക്കാറുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? 1, ഗെത്സമനയിലെ മാനസിക പീഡ. 2, കാൽവറിയിലെ ശാരീരിക പീഡ. 3, കല്ലറയിലെ നിശബ്ദത. ഒന്നുകൂടെ ആവർത്തിക്കാം. ഗെത്സമനയിലെ മാനസിക പീഡ, സംഘർഷം, ഡിപ്രഷൻ, ആൻസൈറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ യേശു കാൽവറിയിൽ അനുഭവിച്ച മാനസിക സംഘർഷം, ദുഃഖവും വ്യാകുലവും അവനെ പിടിച്ചു എന്നാണ് വാക്യം. ആമേ, യേശു ഗെത്സമനയിൽ അനുഭവിച്ച വേദന ഏറ്റവും വലുത് യൂദായുടെ ഒറ്റ്, ആമേ, ശിഷ്യന്മാരുടെ ഉറക്കം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചവൻ അവന്റെ കണ്ണിന്റെ മുമ്പിലിരുന്ന് ഉറങ്ങിയാൽ ഒരുപക്ഷെ ദൈവമക്കൾക്ക് സ്ഥലമാറ്റം കൊടുക്കാൻ പറ്റുകയില്ല. പക്ഷെ കർത്താവ് അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കരുത്. ആമേ, ഗെത്സമനയിലെ മാനസിക സംഘർഷം, ആമേൻ, ഗാൽഗുത്തായിലെ ശാരീരിക പീഡ, അതുപോലെ കല്ലറയിലെ നിശബ്ദത. പോട്ടെ, യേശു കർത്താവ്, ഞാൻ പെട്ടെന്ന് ദൂത് ഓടുകയാണ്. യേശു കർത്താവ് ഗെത്സമനയിൽ കയറി. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ വ്യാഖ്യാനാതീതമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് യേശു പ്രാണവേദനയിലായി. പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങൾ? യേശു പ്രാണവേദനയിലായി. എൻ്റെ പൊന്നു കർത്താവിൻ്റെ ദാസനെ, അങ്ങ് എത്രയോ നാളായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു അതികായനായ ദൈവമനുഷ്യനാ. അവിടെ എന്തിനാണ് ഒരു വാക്യം കൂട്ടിവെച്ചത്? യേശു വെട്ടി വേർത്തു എന്നെഴുതിയ പോരെ? കേട്ടില്ല. യേശു വെട്ടി വേർത്തു എന്നെഴുതിയ പോരെ? ഒരു വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ തിരികെ കയറ്റി, ചോരത്തുള്ളി പോലെ വിയർപ്പ് തുള്ളികൾ പുറത്തു വരികയാണ്. ഒരു മനുഷ്യന്റെ രോമകൂപത്തിൽ കൂടെ ചോരത്തുള്ളി പുറത്തു വരണമെങ്കിൽ എൻ്റെ അറിവിൽ വൈദ്യശാസ്ത്രം പറയുന്ന 2 കാര്യമാണ്. 1, വിഷം മുറ്റിയ അണലി ഒരാളെ കടിക്കണം. എന്നിട്ട് അവൻ്റെ രക്തചംക്രമണം സാധ്യമാകാതെ വന്നിട്ട് ഹൃദയത്തിനകത്ത് കയറി ഹൃദയത്തിൻ്റെ ഭിത്തി പൊട്ടണം. അപ്പോൾ കേട്ടിട്ടില്ലേ ആളുകൾ പറഞ്ഞത്? ചങ്ക് പൊട്ടിയാ മരിച്ചെന്ന്. ആമേ, ഹൃദയത്തിന്റെ ഭിത്തി പൊട്ടണം. 2, ഒരാൾക്ക് താങ്ങാൻ കഴിയാത്ത വലിയ ലോഡ് അയാളുടെ തലയെ വെച്ചു കൊടുത്താൽ ആ വലിയ ഭാരം നിമിത്തം ഏക്കമുട്ടി ഹൃദയത്തിന്റെ ഭിത്തി പൊട്ടും. സത്യത്തിൽ ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല, ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും എൻ്റെ ചിന്ത, ഏതനിൽ പറഞ്ഞൊരു വാക്കോർക്കുന്നുണ്ടോ? സർപ്പം നിന്റെ കാലെ കടിക്കുമെന്നാ പറഞ്ഞത്. സർപ്പം നിന്നെ മണക്കുമെന്നല്ല, കടിക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ വിഷം മുറ്റിയ പാമ്പും അപ്പോൾ തന്നെ ആദാമ്യ വർഗത്തിന്റെ വലിയ പാപത്തിന്റെ കെട്ടും യേശുവിന്റെ തോളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവന്റെ വിയർപ്പ് തുള്ളികൾ ചോര പോലെ പുറത്തു വരികയാണ്. എത്ര പേർ ആമേൻ പറയുന്നുണ്ട്?
ആമേൻ. പക്ഷേ സാത്താൻ അവിടെ കണക്ക് തെറ്റി. കാരണം എന്താണെന്നറിയാമോ? യേശുവിന്റെ വിടുതലിന്റെ യാഗം നടക്കേണ്ടത് കാൽവറിയില്ല. പക്ഷേ സാത്താൻ ഈ പ്രോഗ്രാം അപ്ലൈ ചെയ്തത് ഗെത്സമന തോട്ടത്തിൽ വെച്ച. എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ, ആമേൻ, ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് ചിലരെ തകർത്ത് കളയാൻ വാദിക്കുന്ന പൈശാചിക കോമരങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ തകരുന്ന രാത്രിയാണ്. ആയുസ്സെത്തുന്നതിന് മുമ്പ് ചിലരെ ആക്സിഡന്റിൽ തകർത്ത് ചിലരെ രോഗികളാക്കാൻ, ചിലരെ ഹാർട്ട് കൊണ്ട് ഹാർട്ട് പേഷ്യൻസ് ആക്കാൻ. Now I command, ഇന്ന് രാത്രി ആരാധിച്ച് ഒരു വലിയ സൗഖ്യം ഈ യോഗത്തിൽ ഇന്ന് രാത്രി നടക്കട്ടെ. എനിക്കറിയില്ല പ്രിയരെ, പിശാച് പറയുന്ന സമയത്തല്ല വാഗ്ദത്തമുള്ളവൻ മരിക്കേണ്ടത്. ദൈവം പറയുന്ന സമയത്താണ്. ആരാധിക്കാമെങ്കിൽ ആരാധിക്ക്. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറയുന്ന പൈശാചിക കരിങ്കൊടികൾ ഇന്ന് രാത്രി അഴിയട്ടെ. Oh God, Shara Messiah, Holy Spirit. ഗെത്സമനയിലെ സാത്താന്യ ആവേശങ്ങൾ കൊണ്ട് ഇനി അവിടുന്ന് എഴുന്നേക്കത്തില്ലെന്ന് സാത്താൻ വിചാരിച്ചു. കോവിഡ് വന്നു, പല ദൈവദാസന്മാർക്ക് കൂടിപ്പോയി, ആക്സിഡന്റ് വന്നു, റോട്ടിൽ വീണു, ചോര വാർന്നു, വേറെ ചിലർക്ക് രോഗം വന്നു, എഴുന്നേക്കത്തില്ലെന്ന് സാത്താൻ പറഞ്ഞു. പക്ഷേ പിശാചിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് വന്നു. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അമ്മ പെറ്റു തന്ന അവയവത്തെക്കാൾ വലുതാണ് നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത്. എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. ഗെത്സമന തോട്ടത്തിൽ നിന്ന് യേശു എഴുന്നേറ്റു. ആമേൻ. പച്ച പൈൻമരം, എണ്ണ തുപ്പുന്ന പൈൻമരവുമായിട്ട് ഗാൽഗുഥായിലേക്ക് യേശു നടക്കുകയാണ്. 11 ഇടങ്ങളിൽ വീണു. വിശദീകരിക്കാതെ ഞാൻ ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. 11 ഇടങ്ങളിൽ യേശു വീണു. ക്രൂശുമായിട്ട് യേശു എഴുന്നേറ്റു. 80 കുതിരയുടെ ചാട്ടവാറുകൾ 8ആയിട്ട് ഭിന്നി ഈയക്കട്ടി വെല്ലിന്റെ കഷ്ണം മുൾക്കൊടുത്തു. പശജന്യമായ ചാട്ട, മൂളിപ്പറക്കുന്ന ചാട്ടുകൊണ്ട് കാരിമ്പിന്റെ ഉരുക്കുമുട്ടിയുള്ള കാപാലികന്മാർ കരുണലേശമില്ലാതെ യേശുവിനെ വേട്ടയാടി. 1-ാമത്തെ അടിക്ക് പുറന്തോലി ചുവന്നും, 2-ാമത്തെ അടിക്ക് മേൽത്തോലി പൊട്ടിയും, 3-ാമത്തെ അടിക്ക് ചാട്ട മാംസത്തിനകത്ത് ഇറന്നു കയറിയും, 4-ാമത്തെ അടിക്ക് വാരികല്ലുകൾക്കിടയിൽ നിന്ന് മാംസങ്ങളെ വലിച്ചു പറിച്ചും. അങ്ങനെ താമരയിതള് പോലെ മാർദ്ദവത്വമുള്ളവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ആപാദചൂടം പീഡിപ്പിച്ചു, ആപാദചൂടം തകർത്തു. യേശു കർത്താവിനെ കൊണ്ട് 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 കുറേക്കാരൻ്റെ കാര്യം ഞാൻ തൊടുന്നില്ല. എനിക്കത് വേണ്ട. വേറൊരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാ. ഗാൽഗുത്തായുടെ പൊടി പറക്കുന്ന നിറുകയിൽ ചോരയുടെ ഉളുമ്പ് മണക്കുന്ന പട്ടാളക്കാരുടെ ആയുധങ്ങളുടെ മുരങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഗാൽഗുത്തായുടെ നിറുകയിൽ യേശുവിനെ കൊണ്ടുചെന്നു. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ? ഗാൽഗുത്തായുടെ നെറുകയിൽ പൈൻമരം വെട്ടിച്ചേർത്ത ക്രൂശ് ആകാശത്തേക്ക് യേശുവിനെ തറച്ചിട്ട് അത് ആകാശത്തേക്ക് ഉയർത്തുകയാ. ആ ക്രൂശ് എടുത്ത് കുഴിയിലേക്ക് ഇടുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ? അവന്റെ അസ്ഥികളെല്ലാം ബന്ധം വിടുകയാണ്. അവന്റെ അസ്ഥികളെല്ലാം, നിങ്ങൾ കേട്ടില്ല, അവന്റെ അസ്ഥികളെല്ലാം ബന്ധം വിടുകയാ. എന്നാൽ സാത്താൻ ഒരു കാര്യം മനസ്സിലായില്ല. എസ്കേൽ 37 പിശാച് അസ്ഥിയുടെ ബന്ധം വിടിച്ച് അസ്ഥിയെ കൂട്ടുമുട്ടിക്കാൻ കഴിവുള്ള ഒരു ആത്മാവ് സ്വർഗത്തിലുണ്ടെന്ന് എവിടെയോ പിശാച് അകത്തിയത് ഇന്ന് രാത്രി അടുക്കാൻ പോകുകയാ. സമ്പടി വായി തുറന്ന് ആമേൻ പറഞ്ഞാട്ടെ. അകന്നു പോയ ചില കുടുംബ ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടുക്കാൻ പോകുകയാ. വീട് വിട്ടു പോയ ചില തലമുറകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കൃപയുള്ളവരുണ്ട് ആരാധിക്ക്. ഓ ഹല്ലേലൂയ. സാത്താന്യ ലോകം യേശുവിന്റെ അസ്ഥി അകത്തിയാൽ അകന്നുപോയ അസ്ഥിയെ കൂട്ടുമുട്ടിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ കാറ്റ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അവന്റെ അസ്ഥിയെല്ലാം ബന്ധമിട്ടു. ഗാൽഗുത്തായുടെ ഉച്ചം നിറുകയിൽ ചതുരവടിവുള്ള 3 ആണികൾ യേശു കർത്താവ് തറയ്ക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് നോക്കി വാവിട്ട് കരയുകയാണ്. നിങ്ങൾ എന്നെ കേൾക്കണം. അവിടെയാണ് നമ്മുടെ കുറിവാക്യം. അവിടെയാണ് നമ്മുടെ കുറിവാക്യം. യേശുവിന്റെ ഒരു നിലവിളി കേട്ടോ. ഏലി ഏലി ലമാ ശബക്താനി. ഏലി കേൾക്കുന്നുണ്ടോ? ഏലി ഏലി ലമാ ശബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് കൂടവാ. എന്ത് എന്റെ പൊന്നു പ്രിയപ്പെട്ടവര്, ലോകത്തിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ മേലാത്തൊരു സാധനമുണ്ട്. അത് കരച്ചില. നിങ്ങൾ പാട്ട് പ്ലാൻ ചെയ്തില്ലായിരുന്നോ? പാട്ട് പ്ലാൻ ചെയ്തില്ലേ? അതോ ഇവിടെ വന്നിങ്ങനെ ആത്മാവിൽ ഇങ്ങനെ കിട്ടിയതാണ് പാട്ട് പ്ലാൻ ചെയ്തില്ലേ? ഇല്ലേ പാസ്റ്ററെ?
പാട്ട് പ്ലാൻ ചെയ്തില്ലേ? ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ആ ദൈവദാസനെ കുറിച്ച് പറയണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തില്ലേ? ഇല്ല, ചുമ്മാതെ വരുന്നതല്ലോ. പക്ഷെ കരച്ചിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റുകയില്ല. ഇല്ലെന്ന് ജീവിച്ചിരിക്കുന്ന അപ്പനോട് ഏതെങ്കിലും മക്കൾ ചോദിച്ചിട്ടുണ്ടോ, പപ്പ മരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കരയേണ്ടത്? ഒറ്റയടി കിട്ടും, അന്നേരം നീ കരയും. കേട്ടില്ല. ബൈക്കിൽ നിന്ന് വീഴുമെന്ന് അറിയുന്നില്ല, വീണ് കഴിയുമ്പോഴാണ് കരച്ചിൽ വരുന്നത്. ലോകത്തിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ മേലാത്ത ഒരേ ഒരു കാര്യം കരച്ചിലാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ പ്ലാൻ ചെയ്ത ഒറ്റ കരച്ചിലേ ഉണ്ടായിട്ടുള്ളൂ, അത് കാൽവറിയിലെ കരച്ചിലാണ്. നിങ്ങൾ കണ്ടോ, കാൽകുത്തായുടെ ഉച്ചം നിറുകയിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് യേശു ഉറക്കെ കരയുമ്പോൾ യേശു കർത്താവ് ജീവിച്ചിരിക്കുന്നതിൻ്റെ കേൾക്കുന്നില്ല. 1000 വർഷത്തിന് മുമ്പ് ദാവീദ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചകൻ 22-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു, ഉലകത്തിന്റെ ഉടമസ്ഥനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മറിയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ പിറക്കും. അവസാനം അവൻ മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി കാൽകുത്തായുടെ നിറുകയിൽ അവൻ കരയെന്ന വാക്കിൽ എന്റെ ദൈവമേ, നിങ്ങൾ കേട്ടില്ല? കരയുന്നതിന് 1000 വർഷത്തിന് മുമ്പ് കരച്ചിലിന്റെ വാക്ക് പറഞ്ഞ പ്രവചനം ഇന്ന് രാത്രി അഭിഷേകം ഉള്ളവരോട് പറയാം, നിന്റെ കരച്ചിലൊന്നും പെട്ടെന്നുണ്ടാകുന്നതല്ല. ദൈവം അറിയാതെ നീ കരയേല. എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നു? അക്കമിട്ട് പറയാം, നേരമില്ല, സമയം പോകുന്ന എനിക്ക് വെപ്രാളം വരുന്നു. 263 പഴയ നിയമ പ്രവചനങ്ങൾ ഒരാളിൽ വന്ന് ഇടിച്ചു നിൽക്കുകയാണ്. 263 പഴയ നിയമ പ്രവചനങ്ങൾ. അവൻ അത്ഭുതമന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ സ്ത്രീയുടെ സന്തതി, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, അവൻ അവകാശമുള്ളവൻ, രാജവന്റെ കാലുകൾക്കിടയിലുള്ളവൻ, അവനെ യഹൂദാ ഗോത്രത്തിലെ ബാലസിംഹം. യേശുവിന് 750 വർഷം മുമ്പ് യെശയ്യാവ് പ്രവചിച്ചു, അവൻ കള്ളന്മാരുടെ നടുവിൽ അവനെ കിടത്താൻ നോക്കും, അവൻ കിടക്കുന്ന മന്ത്രിമാരുടെ ഇടയിലായിരിക്കും, ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി, അവൻ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കും. സെക്കര്യാവ് പ്രവചനം എഴുതിയപ്പോൾ യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്ന് നേരത്തെ എഴുതി. ഇനി യേശു വരുന്ന സ്ഥലം തെറ്റാതിരിക്കാൻ പ്രവചനം നേരത്തെ പറഞ്ഞു, നീയോ ബേത്ലഹേം എഫ്രാത്തേ. ഇന്ന് രാത്രി ക്രൂശ് മരണത്തിലെ ആ നിലവിളി, ആ കരച്ചിൽ, ഒച്ചത്തിൽ എന്ന് പറഞ്ഞ വാക്ക്, കമോൺ, ഒച്ചത്തിൽ പറ, കരച്ചിൽ, കരച്ചിൽ. ആ വാക്കിലൊന്ന് തൊടുമ്പോൾ ഞാൻ ഇവിടം വരെ ഓടിയതിന് അർത്ഥമാകും. ക്രൂശിനോട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറയുന്ന കരച്ചിൽ എപ്പിസോഡിന് 433-ാം ഭാഗം വരുമ്പോൾ വീട്ടിൽ നിന്ന് കൊച്ചിറങ്ങി പോകുന്ന കണ്ട് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അമ്മാമ്മ പെരക്കാത്തിരുന്ന് കരയുന്ന ഭ്രാന്ത് പിടിച്ച കരച്ചിലിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അതൊക്കെ പൊരിഞ്ഞ വട്ടുന്നല്ലാതെ എന്നാ പറയാൻ. ഇത് വേറെ കരച്ചിൽ. ഗാൽഗുത്തായോട് ബന്ധം വരുന്ന ഒറ്റ കരച്ചിൽ പറയാം. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടാവുക. കിഴക്കേതൻ താനുണ്ടാക്കിയ ഊഴിയിലെ പൂഴി കൊണ്ട് 1-ാമത്തെ മനുഷ്യൻ ആദം, ഉറക്കിക്കിടത്തി വാരിയലിനെടുത്ത് 1-ാമത്തെ സ്ത്രീക്ക് ജന്മം, 1-ാമത്തെ കുടുംബം സംജാതമായി. അക്കമിട്ട് വിശദീകരിക്കാൻ ആവേശമുണ്ട്, സമയം എന്റെ പ്രശ്നം. ഒരു നദി 4 ശാഖയായി പിരിഞ്ഞൊഴുകുന്നു. തോട്ടത്തിൽ എന്നും ദൈവം ചെല്ലും. ഒരു സഭയുടെ ഏറ്റവും വലിയ യോഗ്യത എന്നാ? 5 അമേരിക്ക, 6 അയർലൻഡ്, 7 UK, 9 ദുബൈ, 13 അബുദാബി. നോ, ഒരു സഭയുടെ ഏറ്റവും വലിയ യോഗ്യത അരുമനാഥൻ അതിൻ്റെ അകത്തോടെ നടക്കണം. നിലവിളക്കിന്റെ നടുവ്. എഫേസോസിലെ സഭയെ കുറിച്ച് പറയുന്നത് എന്താ? അവിടെ 3 തമ്പാരണം എന്നല്ല പറയുന്നത്. അവിടെ യമഹായുടെ PSR 975 അവരുടെ യോഗ്യത, അവരുടെ നടുക്കൂടെ കർത്താവ് നടക്കുന്നു. നിങ്ങൾക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ സഭയുടെ നടുക്കൂടെ കർത്താവ് നടക്കുന്ന ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ആ സഭയിൽ നിന്ന് ഇറങ്ങി ഓടിക്കോണം. കാര്യം എന്നാണെന്നറിയാമോ? പ്രസ്ഥാനമല്ല സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്, സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ സഭ ആരാധിക്കാത്ത എനിക്കിവിടെ ആരും അറിയില്ല. നിങ്ങളുടെ സഭയിലെ പാസിന് ആരാധന ഇട്ടല്ലെങ്കിൽ ജീവനും കൊണ്ട് ഓടിക്കോണം. കാരണം എന്നാണെന്നറിയാമോ? അഭിഷേകം ഇല്ലാത്തത് സംഘം, അഭിഷേകം ഉള്ളത് സഭ. എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നുണ്ട്? അഭിഷേകം ഇല്ലാത്തത് സംഘം, ക്ഷീരോത്പാദക സഹകരണ സംഘം, പുരുഷ സ്വയം സഹായ സംഘം. അഭിഷേകം ഇല്ലാത്തത് സംഘം, അഭിഷേകം ഉള്ളത് സഭ. ഹല്ലേലൂയ. നോക്ക്, കർത്താവ് തോട്ടത്തിൽ, ഇനി ബസ് ഒരു 5 മിനിറ്റ് എടുത്തോട്ടെ, ഇപ്പൊ നിർത്താവേ. കർത്താവ് തോട്ടത്തിൽ നിന്നും വരും. കേക്കാവോ?
എന്നും ആദവും ഹവ്വയും ദൈവത്തെ വെയിറ്റ് ചെയ്യും. നേഴ്സുമാർ ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്കറിയാം, അടുത്തെവിടെയെങ്കിലും ആശുപത്രി ഉണ്ടെങ്കിൽ അവരെ സ്ഥിരം ബൈക്കെ കൊണ്ട് അവിടെ ഇറക്കും, വൈകുന്നേരം ചെന്ന് എടുക്കും. തിരിച്ചു ചെല്ലുമ്പോൾ ആ ഭർത്താവിന് കറക്റ്റ് അറിയാം ഭാര്യ നിൽക്കുന്ന സ്ഥലം. കേട്ടില്ല? കറക്റ്റ് അവിടെ ചെന്നാൽ. നമ്മുടെ സഭകളിലും അങ്ങനെയുണ്ട്. ചിലരിക്കുന്ന കസേര നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവർ എയർ ഇന്ത്യ ലാൻഡ് ചെയ്യുന്ന ആ കസേരയിലേ ലാൻഡ് ചെയ്യുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിരുത്തണം, പാസയില്ല, അത് കുടിയിരിപ്പാകും. ആ കുടിയിരിപ്പാവ് വലിയ ബന്ധനമാകും. ഒരുത്തനും അത് സഭകൾ മുഴുവൻ പണിതാലും സഭയിൽ ഒരു കസേര സ്ഥിരമായിട്ട് ഒരാൾക്ക് കൊടുക്കരുത്. കാര്യം സഭ ദൈവത്തിൻ്റെയാ. അത് കുടിയിരിപ്പാവും. പിന്നെ സ്ഥിരം ഇരുന്ന് അങ്ങനെയല്ലേ? ഹല്ലേലൂയ എന്ന് വെറുതെ വിട്ടേക്കണേ. നമുക്ക് കർത്താവിന്റെ രാമയും പറയാവോ? ഇനി ഞാൻ വളരെ വൈകാരികമായിട്ടായി ദൂതനെ സമീപിക്കുന്നു. ദൈവം തമ്പുരാൻ യഹോവയായ ദൈവം എന്നും തോട്ടത്തിൽ ചെല്ലും. തൻ്റെ ശ്വാസം, തൻ്റെ ആദാം. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയുടെ തല്ലുകൂടിയെന്ന് പറഞ്ഞാൽ വഴക്ക് വെച്ച ഭാര്യ പറയും, ഞാൻ പപ്പായെ വിളിച്ചു പറയുമെന്ന്. പക്ഷെ ഹൗവയ്ക്ക് പറയാൻ അങ്ങനെ പപ്പായില്ല. ആദമിനോട് പറയും, വൈകുന്നേരം ദൈവം വരുമ്പോൾ ഞാൻ പറയും. ഹൗവയുടെ അപ്പൻ യഹോവയാ. എന്നെ കേൾക്കാവോ പ്രിയപ്പെട്ടവരെ? പ്ലീസ് എന്നെ കേൾക്കാവോ? ഹൗവയുടെ അപ്പൻ യഹോവയാ. ഹൗവയുടെ അപ്പ യഹോവയാ. തമ്പുരാൻ തോട്ടത്തിൽ വന്നു. ആദമിനെ കാണും, കെട്ടിപ്പിടിക്കും. മക്കൾക്ക് എന്നാ ഉണ്ട് വിശേഷം? സുഖാണോ? ഒരു ദിവസം ആദമിനെ കാണുന്നില്ല. ആദാമേ നീ എവിടെ? ആദാമേ നീ എവിടെ? അടുത്ത് നിന്ന് ദൈവത്തെ മുട്ടി സംസാരിച്ചവൻ മറഞ്ഞു വെച്ച് പറയുക, ഞാനിവിടെ. തമ്പുരാൻ ചോദിച്ചു, മക്കളെ കഴിഞ്ഞ ഏറിയ കാലങ്ങളായി ഇവിടെ വെച്ചല്ലേ നമ്മൾ തമ്മിൽ കണ്ടത്? എങ്ങോട്ടാ മാറിയത്? തമ്പുരാൻ ചോദിച്ചു, ഞാൻ അരുതെന്ന് പറഞ്ഞത് മക്കൾ ചെയ്തോ? ആദാം പറഞ്ഞു, അപ്പ ലെവൽ തന്നു, ഞാൻ തിന്നു, പറ്റിപ്പോയി. ലോകം കണ്ട ഏറ്റവും വലിയ അബദ്ധം. സാത്താൻ, അതെനിക്ക് വിസ്തരിക്കാൻ നേരില്ലാത്തതുകൊണ്ട് സാത്താൻ പഴം പറിച്ചു കൊടുത്തു. ദൈവത്തെ പോലെയാകുമെന്ന് സാത്താൻ പറഞ്ഞു, അത് തിന്നു. എവിടെയാ നമുക്ക് തെറ്റുപറ്റിയെന്നറിയോ? ദൈവവും നീയും തമ്മിലുള്ള രഹസ്യം സാത്താന്റെ മുമ്പിൽ തുറന്ന അന്നാ നമുക്ക് തെറ്റിയത്. നിന്റെ ഭർത്താവിന് സ്നേഹക്കുറവാന്ന് നിനക്ക് പരിചയമുള്ള കൂട്ടുകാരൻ അറിഞ്ഞത് എങ്ങനെയാ? നിന്റെ വായിന്ന് പിഴച്ച വാക്ക് വന്നതുകൊണ്ടാണ്. നിന്റെ ഭാര്യ കൊള്ളത്തിലെന്ന് മറ്റുള്ളവർ അറിഞ്ഞത് എങ്ങനെയാ? നിന്റെ വായിന്ന് ആ വാക്ക് വന്നതുകൊണ്ടാ. സ്വകാര്യതയുടെ വേലി പൊളിഞ്ഞു. ഹവ്വയെ, നിന്റെ ദൈവം നിന്റെ സ്വകാര്യതയാ. ദൈവവും നീയും തമ്മിലുള്ള ഇടപാടുകൾ എന്തിനു നീ സാത്താനോട് പറഞ്ഞു? വായിൽ എന്തെങ്കിലും വരുമ്പോ അന്നേരം അടുത്തിരിക്കുന്നവന്റെ ചെവിയിലോട്ട് പോയി പറയുക. അവൻ അടുത്ത മിനിറ്റിൽ എന്താ പറയുന്നത് നിനക്കറിയാവോ? ചില ആളുകൾക്ക് എന്തെങ്കിലും വായി വന്ന പിന്നെ ശ്വാസം മുട്ടല പറയണം. നീ തോറ്റുപോകും. ആരാധന സ്വകാര്യതയല്ലേ? ഞാനും എന്റെ ദൈവം തമ്മിലുള്ള സ്വകാര്യതയല്ലേ എന്റെ ആരാധന? നിങ്ങൾ എന്നെ കൈവിട്ടോ? ഇല്ലല്ലോ. എന്റെ സ്വകാര്യതയല്ലേ? ഇതെന്തിന്? സാത്താനല്ലേ ചോദിച്ചത്, ദൈവം നിന്നോട് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോന്ന്? സാത്താനോട് ചോദിക്കണമായിരുന്നു, ഞാനും എന്റെ ദൈവം തമ്മിലുള്ള സ്വകാര്യത നിന്നോട് എന്തിന് പറയണം? ഹവ്വ പറഞ്ഞു, തെറ്റി. ഇത് പറഞ്ഞു, ഇനി നിർത്തും, ഒറ്റ മിനിറ്റ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ചാക്കോ സാറേ, ദൈവത്തെ കുറെ നിമിഷത്തേക്ക് കാണാനില്ല. ഹവ്വ ആദാമിന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, തമ്പുരാനെ കാണുന്നില്ല. മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തമ്പുരാനെ കാണുന്നില്ല. കണക്ക് തെറ്റിച്ചാൽ സാറ് വടിയെടുക്കും, അനുസരണക്കേട് കാണിച്ചാൽ അമ്മ തല്ലും, അല്ലേ? ഹവ്വ ആദാമിനോട് പറഞ്ഞു, വാളെടുക്കാൻ പോയതാ നമ്മളെ വെട്ടാൻ, വടിയെടുക്കാൻ പോയതാ നമ്മളെ തല്ലി കൊല്ലാൻ. നമ്മൾ എന്നെ കുരുത്തക്കേടാ കാണിച്ചത്. അവനല്ലേ നമ്മളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്. എന്നിട്ട് ഈ ഉണക്ക പാമ്പിന്റെ ഇഷ്ടത്തിന് നമ്മൾ നിൽക്കരുതായിരുന്നു. അവൻ നമ്മളെ കൊല്ലും, അവൻ നമ്മളെ തല്ലും, അവൻ നമ്മുടെ ചോര ചീറ്റിക്കും, അവൻ എന്നെ അടിക്കും. ഹവ്വയും ആദാമും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പേടിച്ച് മരത്തിന്റെ ചോട്ടിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ കാലൊച്ച കേൾക്കാം. ആദാം കണ്ണിറക്കി അടച്ചു പറഞ്ഞു, വരുന്നുണ്ട്, നമ്മളെ കൊല്ലാൻ, വെട്ടാൻ, അടിക്കാൻ, കുത്താൻ വരുന്നുണ്ട്.
തമ്പുരാൻ അടുത്ത് വന്നേച്ച് ആദം എന്ന് വിളിച്ചപ്പോ അറിയാതെ ഈ മനുഷ്യനൊന്ന് കണ്ണു തുറന്നു. നോക്കിയപ്പോ കണ്ടത്, ഞാൻ നിർത്തുക പാസ്റ്റർ, ഞാനിത് പറയാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടത്. നോക്കിയപ്പോ കണ്ടത് ദൈവത്തിന്റെ കയ്യിൽ വാളല്ല, വടിയല്ല, കുന്തമല്ല, ചാട്ടയല്ല, മുൾക്കൊളുത്തല്ല. തമ്പുരാന്റെ കൈ കണ്ടത് ചോര ഒഴുകുന്ന ഒരാടിന്റെ തോല്. നിങ്ങൾ കേട്ടില്ലല്ലേ? ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുക. പ്ലീസ് സ്റ്റാൻഡ് ടുഗദർ. ഒരാൾ പോലും പോകരുത്, എനിക്കൊരു 2 മിനിറ്റ് വേണം. ആദാമേ, നീ എന്താ പ്രതീക്ഷിച്ചത്? ദൈവത്തിന്റെ കയ്യിൽ വാള് അല്ലേ, വടി അല്ലേ, അടി അല്ലേ, ചാട്ട. പക്ഷെ തമ്പുരാന്റെ കയ്യിലിരുന്നത് ചാട്ടയല്ല. നിങ്ങൾ കേട്ടില്ലല്ലേ? തമ്പുരാന്റെ കയ്യിലിരുന്നത് വടിയല്ല, തമ്പുരാന്റെ കയ്യിലിരുന്നത് കോലല്ല. മക്കൾക്ക് മനസ്സിലായോ? നിങ്ങൾ കേൾക്കൂ. ചോര ഒഴുകുന്ന ഒരാടിന്റെ തോല്. ദൈവദാസനെ, യഹോവയായ ദൈവം ആ ആടിന്റെ തോലുമായിട്ട് വരുമ്പോ പാസ്റ്റർ ലൈവായിട്ട് ചോര ഒഴുകുക, ലൈവായിട്ട് ചോര ഒഴുകുക, ലൈവായിട്ട് ചോര ഒഴുകുക. ആ ചോര പറ്റുന്ന തോലെടുത്ത് നിങ്ങൾ എന്നോട് കൂടെ നിൽക്കാവോ 2 മിനിറ്റ്? ആദമിനെ ഹവ്വയെ ഉടുപ്പിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, ഇനി എന്റെ മക്കള് വെളിവാ. പ്ലീസ് യു കം ഔട്ട്. എന്റെ മക്കള് വെളിവാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ചോദിക്കട്ടെ, ശാപവും പാപവും പേറി എവിടെയോ ഒളിച്ചിരുന്ന് ദ്രവിച്ചു തീരേണ്ട നമ്മളെ പുറത്തിറക്കിയത് യേശുവിന്റെ ക്രൂശല്ലേ? നിന്നെ ഒരു മനുഷ്യനാക്കിയത് യേശുവിന്റെ ക്രൂശല്ലേ? നിന്നെ ഒരു മനുഷ്യനാക്കിയത് യേശുവിന്റെ ക്രൂശല്ലേ? ആ കാൽവറിയിലെ ചോര പറ്റുന്ന ഉടുപ്പല്ലേ നിന്റെ കുടുംബത്തെ കുടുംബമാക്കിയത്? നിന്റെ തലമുറയെ തലമുറയാക്കിയത് ആ ചോരയല്ലേ? ആ ചോര ഒഴുകുന്ന തോല് കൊണ്ടോ? അതല്ലേ പൗലോസ് ലേഖനത്തിൽ പറയുന്നത്, സ്നാനപ്പെടുന്നവൻ യേശുവിനെ ധരിക്കുകയാണ്. ഏത് വസ്ത്രം? ചോര ഒഴുകുന്ന ക്രൂശിന്റെ വസ്ത്രം. ഇന്ന് രാത്രി ഏതെങ്കിലും ശാപത്തിൽ പെട്ടുപോയവരുണ്ടോ? ഇനി എനിക്ക് ഒരു വാക്കൂടെ പറഞ്ഞാൽ നിർത്താം. നിങ്ങൾ എന്നെ കേൾക്കാവോ? ആദ്യം ഏദനിൽ കേട്ട കരച്ചിൽ ആദമിന്റെ അല്ല. സത്യത്തിൽ ആദാമായിരുന്നു കരയേണ്ടത്, പക്ഷെ കരഞ്ഞത് ആടാണ്. കരഞ്ഞത് ആടാണ്. ആടാരെന്നറിയാമോ? ആടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഇന്ന് രാത്രി നിനക്ക് പകരമായി ഒരുത്തൻ ചോര ഒഴുകുന്ന കണ്ടോ? എന്തിനാണെന്നറിയാമോ? പിശാചി ചതിച്ച നിന്നെ മടക്കിയെടുക്കാൻ. All of you please close your eyes. എല്ലാ കണ്ണുകളും അടച്ചിട്ട് നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം. യേശുനാഥ എൻ പിതാവ്, ഞാൻ അകന്നാലും നീ അകലില്ല. ഞാൻ മറന്നിട്ടു സ്നേഹിച്ചു നീ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. ആ കണ്ണുകളെല്ലാം അടച്ചു പിടിച്ചു. ഇന്ന് രാത്രി ഈ യോഗത്തിൽ നിന്ന് ആർക്ക് തീരുമാനം എടുക്കാൻ പറ്റും? നിന്നെ പിരിഞ്ഞൊരു നിമിഷം എനിക്കിനിയില്ല. ആ ചോര ഒഴുകുന്ന യേശുവിനെ വിട്ടിട്ട് ഒരു കൂട്ടുകെട്ട് എനിക്ക് വേണ്ട. എന്റെ മോക്ക് ജീവശ്വാസമുള്ള കാലത്തോളം ഞാൻ നിന്റെ പുറകെ നിൽക്കാം. ഓ അപ്പാ എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല ഞാൻ ഒരിക്കലും. പാപം എന്നിൽ പെരുകി അന്യനായി നിന്മാർഗേ നിന്ന്. ഓ എന്നിട്ടു സ്നേഹിച്ചു നീ. ഇന്ന് രാത്രി എനിക്ക് യേശു മതി എന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? യൗവനക്കാരുണ്ടോ? പ്രായമുള്ളവരുണ്ടോ? എനിക്ക് യേശു മതി.
എനിക്ക് വേണ്ടി ആ തോൽ ഉരിഞ്ഞു തന്നവൻ മതി, എനിക്ക് വേണ്ടി ചോര ഒഴുകിയവൻ മതിയാ. ആ കൈ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചിട്ട് അങ്ങനെയുള്ളവർ മാത്രം ഓ എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും. മക്കളെ, ഒരു വാക്കൊന്ന് കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുക. എന്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാർ, അമ്മച്ചിമാർ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെല്ലാം എക്സ്പെഷ്യലി പ്രാർത്ഥിക്കുക. ലോർഡ്, മോർ ദാൻ എനിത്തിങ് ഐ ലവ് യു ലോർഡ്. ഞാൻ അങ്ങ് ഒത്തിരി സ്നേഹിക്കുന്നു ഡാഡി. നിന്റെ ചോട്ടിൽ നിന്ന് ഒരു ചോട് മാറാം. എനിക്കറിയാം ഞാൻ സമയം കൂടുതൽ എടുക്കുമെന്നറിയാം. പക്ഷെ ഐ എം സോറി. ഇവിടെ നിൽക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും, നിന്നെ വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട, പാതിര കൂട്ടുകൾ എനിക്ക് വേണ്ട, അടുക്ക് ബന്ധങ്ങൾ എനിക്ക് വേണ്ട. നിന്റെ പുറകിൽ മതിയപ്പ, നിന്റെ കൂടെ മതി, നിന്റെ കൂടെ മതി എന്ന് പറയണം. കൈ നല്ലപോലെ ഉയർത്തിപ്പിടിച്ച് സ്വർഗീയ പിതാവേ, ഞാൻ ഈ പറഞ്ഞ ദൂത്, നീ തന്ന ദൂത് ഞാൻ അതുപോലെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ ദേശത്ത് ആ ചോര പറ്റിയ തോലുടുത്തുകൊണ്ട് ഒരു തലമുറ എഴുന്നേക്കട്ടെ. ക്രൂശിനെ ചുമന്നുകൊണ്ട് ഒരു തലമുറ എഴുന്നേക്കട്ടെ. ക്രൂശിനെ വഹിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേക്കട്ടെ. ഞങ്ങൾക്ക് കസേര വേണ്ടപ്പാ, ഞങ്ങൾക്ക് സ്ഥാനം വേണ്ട, ഞങ്ങൾക്ക് മാനം വേണ്ട, ഞങ്ങൾക്ക് ലോകത്തിൽ ആരും ആകണ്ട. ഞങ്ങൾക്ക് നിന്നെ മതി. We love you. ഞങ്ങൾക്ക് നിന്നെ മതി അപ്പാ.